വേഴ്സ് 12. കുഞ്ഞുങ്ങളുടെ അടുത്ത് ആദ്യം കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഒരാൾ വായിച്ചിട്ട് മോൻസിച്ചാൻ വായിക്കും. എന്തോ ഒന്നുകൂടെ വായിച്ചേ. എന്തോ വി ഡു നോട്ട് നോ എല്ലാവരും ഒന്ന് പറഞ്ഞേ. വി ഡു നോട്ട് നോ വാട്ട് ടു ഡു. ഇംഗ്ലീഷ് അറിയാതെ പറഞ്ഞു. മോൻസിച്ചാൻ വായിക്കും, മലയാളത്തിൽ വായിക്കുക. ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. എന്ത് ചെയ്യേണ്ടു എന്ന് അറിയുന്നതുമില്ല. എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു. മതി. എല്ലാവരും എന്ത് ചെയ്യേണ്ടു എന്ന് അറിയത്തില്ലെന്ന് പറ. എന്ത് ചെയ്യേണ്ടു എന്ന് ഇവിടെ നമ്മൾ പറയുന്നത് അവർ പറയാണ് ദേ ഡു നോട്ട് നോ. ഇങ്ങോട്ട് നോക്കിയേ. എന്താ ഇപ്പൊ വായിച്ചേ? ദേ ഡു നോട്ട് നോ. രണ്ടുപേരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ദേ ഡു നോട്ട് നോ വാട്ട് ടു ഡു. എന്താ പറഞ്ഞേ? എന്ത് ചെയ്യേണ്ടതാണെന്ന് അവർക്ക് അറിയത്തില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ കടന്നു വന്നിട്ടുണ്ടോ? ഇവിടെ ദേ ഡു നോട്ട് നോ വാട്ട് ടു ഡു. എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയത്തില്ല. പരീക്ഷയ്ക്കൊക്കെ എക്സാമിന്റെ പേപ്പർ കിട്ടുമ്പോൾ, മാത്സിന്റെ ഒക്കെ കിട്ടുമ്പോൾ അല്ലേ, ചില ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അല്ലേ? ചില ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ എൻ്റെ അച്ഛാ ഇതെങ്ങനെയാണെന്ന് അറിയത്തില്ല, ഇത് അങ്ങനെ ഇങ്ങനെ എങ്ങനെ ചെയ്യണം. ഇവിടെ ഒരു വലിയ, നമ്മൾ ഈ ഭാഗത്ത് വായിക്കുന്ന യഹോശാഫാത്ത് എന്ന രാജാവ് വലിയ പ്രതിസന്ധി കൂടെ കടന്നു പോവുക. നമ്മൾ പറഞ്ഞ പ്രതിസന്ധികൾ നമുക്കും വരുമെന്ന് പറഞ്ഞാല് പ്രതിസന്ധികളൊക്കെ നമുക്കും വരും. ഹല്ലേലൂയ. പ്രതിസന്ധികളൊക്കെ നമുക്കും വരും. ഇവിടെ യഹോശാഫാത്ത് എന്തോ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വന്നപ്പോൾ കർത്താവേ ഞങ്ങൾക്ക് എന്തുവാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. വി ഡു നോട്ട് നോ വാട്ട് വി വാണ്ട് ടു ഡു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നമ്മുടെ ജീവിതത്തിന്റെ ചില നിമിഷങ്ങളിലും ഇതുപോലുള്ള സാഹചര്യങ്ങൾ നമ്മൾ എത്തിച്ചേരാറുണ്ട്. എന്തുകൊണ്ട് അടുത്ത് എന്ത് ചെയ്യണമെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ അറിയാത്ത സ്ഥാനത്ത് എന്ത് ചെയ്യണമെന്നാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഹല്ലേലൂയ. അറിയത്തില്ല എന്ന് പറയുന്ന യഹോശാഫാത്ത് ദൈവസന്നിധിയിൽ കർത്താവേ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത യഹോശാഫാത്ത് എന്ത് ചെയ്തു എന്നുള്ളതാണ് ഞാൻ പറയാൻ വരുന്നത്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം. ഇങ്ങോട്ട് whenever you do not know what want to do, what we have to do. ഞാൻ പറയാൻ മനസ്സിലല്ലേ? എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അപ്പോഴെന്ത് ചെയ്യണം. അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലേ? എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലെങ്കിൽ നമുക്ക് അയ്യോ അച്ഛാ കാനഡയ്ക്ക് പോകണോ, USA പോകണോ, ഓസ്ട്രേലിയക്ക് പോകണോ, ന്യൂസിലാൻഡിന് പോകണോ, എല്ലായിടത്തും വന്നിരിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വാട്ട് ടു ഡു. എന്ത് ചെയ്യണം. ഞാൻ ഉദാഹരണം പറഞ്ഞ കേട്ടോ. എന്ത് പറഞ്ഞ പോലെ ചില സാഹചര്യങ്ങൾ നമ്മൾ ഒന്നിക്കുക. ഒരു 5-6 ജോലിക്ക് ഒന്നിച്ച് ഇത് കിട്ടി. എന്തോ ചെയ്യണമെന്നതില്ലേ? വി ഡു നോട്ട് നോ വാട്ട് ടു ഡു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവിടെ യഹോശാഫാത്ത് രാജാവ് ഇതുപോലൊരു സിറ്റുവേഷൻ വന്നിരിക്കുക. നിങ്ങൾക്ക് സാഹചര്യം അറിയാമായിരിക്കും അല്ലേ? നിങ്ങൾക്കറിയോ? യു നോ വാട്ട് ഈസ് ദ സ്റ്റോറി ബിഹൈൻഡ് ദിസ്? വാട്ട് ഹി ഈസ് പ്രേയിങ്? യഹോശാഫാത്ത്, ശ്രദ്ധിക്കണമല്ലേ ഇങ്ങോട്ട്. യഹോശാഫാത്ത് രാജാവ് ഒരു ശക്തനായ രാജാവായിരുന്നു, പരാക്രമശാലിയായ രാജാവായിരുന്നു. ദൈവം അവനെ മാനിച്ചിട്ട് അവന് സ്വസ്ഥത കൊടുത്തു. ഈ രാജാവ് ദൈവിക പ്രൊവിഷൻ അനുഭവിക്കുന്ന രാജാവായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പീസ്, നിങ്ങൾ പുറകിലത്തെ അധ്യായം വായിച്ചു, ദൈവത്തിന്റെ പീസൊക്കെ അറിയുന്ന ഒരു രാജാവായിരുന്നു. സോ നമുക്കറിയാം പീസ് ദൈവം തന്നെങ്കിലേ നമുക്കുള്ളൂ. അത് രാജാവിന്റെ ജീവിതത്തിലും അനുഭവിച്ച രാജാവാണ്. എന്നാൽ നമ്മൾ ഈ 20-ാം അധ്യായം തുടങ്ങുമ്പോൾ, ചാപ്റ്റർ 20 നമ്മൾ തുടങ്ങുമ്പോൾ പെട്ടെന്നൊരു പ്രശ്നം വരിക. 20-ാം അധ്യായത്തിന്റെ ചാപ്റ്റർ 20 വേഴ്സ് 1 വായിച്ചേ. വായിച്ചേ. സെക്കൻഡ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 20 വേഴ്സ് 1. യഹോശാഫാത്ത്. ഇംഗ്ലീഷ് എങ്ങനെയാ? യഹോശാഫാത്ത് തന്നെയാണോ? ഓക്കെ. എന്ത് ചെയ്യുന്ന അച്ഛാ? മലയാളത്തിൽ 20-1 വായിച്ചു അച്ഛാ. അതിന്റെ ശേഷം മോവാബ്യരും അമ്മോന്യരും. ആരൊക്കെ വന്നു കുഞ്ഞുങ്ങൾ? എത്ര കൂട്ടര് വന്നു? 3 പേര്. മോവാബ്യര്, അമ്മോന്യര്, അവരോടുകൂടെ മെയൂന്യരിൽ ചിലരും. മെയൂന്യരിൽ ചിലരും. ഇങ്ങനല്ലേ? മെയൂന്യർ. ഇങ്ങനെ 3 കൂട്ടര് ഈ രാജാവിനെതിരെ ഒന്നിച്ചു വരിക. ഒന്നുകൂടെ കാര്യം കൊടുത്തു പോയ പ്രശ്നങ്ങളൊക്കെ വരുമെന്ന് പറ. ഹല്ലേലൂയ. ഈ ഒന്നൊക്കെ ആയിരുന്നേ നമ്മൾ അങ്ങ് സോൾവ് ചെയ്ത് തീർത്താനെ. ഈ ഒരാൾ മാത്രമായിട്ട് വന്നായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? നമ്മൾ സോൾവ് ചെയ്ത് തീർത്താനെ. 3 ശത്രുക്കൾ ഒന്നിച്ചു വരിക. വി ഡു നോട്ട് നോ വാട്ട് ടു ഡു. എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. കാര്യം നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതിനപ്പുറമായിട്ട് ഒരു വലിയ സിറ്റുവേഷൻ വരികയാണ്. ചെറുതൊക്കെ ആയിരുന്നെങ്കിൽ മാനേജ് ചെയ്ത് പോകാമായിരുന്നു.
എന്നാൽ 3 പേർ ഒന്നിച്ച് വലിയ സൈന്യത്തോടെ ഈ രാജാവിന് നേരെ വരുന്ന ഒരു ഭാഗമാണ് ഇവിടെ വായിക്കുന്നത്. അവിടെ വായിക്കുന്നുണ്ട് ഈ പുള്ളിക്ക് ഉള്ള ആയുധങ്ങളുടെ എണ്ണം. പുള്ളിക്ക് ഏകദേശം 2,80,000 സൈന്യമാണ് പുള്ളിക്കുള്ളത്. വരുന്ന സൈന്യത്തിന് ഏകദേശം 10 ലക്ഷം പേരുണ്ട്. രക്ഷയുണ്ടോ? പ്രബലരാ. ശത്രു പ്രബലരാ. ഞാൻ പറയാം, ശത്രു പ്രബലരാകുമ്പോൾ നമ്മളും ചോദിക്കുന്നത് വാട്ട് ടു ഡു. കർത്താവേ, വി ഡോണ്ട് നോ വാട്ട് ടു ഡു. എന്തോ ചെയ്യണമെന്ന് ഞങ്ങൾക്ക്. ശത്രു പ്രബലനാ. ഞാൻ പറഞ്ഞ യമൂന്യരൊക്കെ അല്ല, ചില സാഹചര്യങ്ങൾ, ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ചില രോഗങ്ങൾ, ചില പ്രതിസന്ധികൾ, നമ്മൾ ഉദ്ദേശിക്കാത്ത സാഹചര്യങ്ങൾ, ഒരെണ്ണമൊക്കെ ആയിരുന്നു മാനേജ് ചെയ്യായിരുന്നു വെച്ചാ. അല്ല, ചില പ്രതിസന്ധികളൊക്കെ എനിക്ക് ചെയ്യാമായിരുന്നു. 3 എണ്ണം ഒന്നിച്ച് കടന്നു വന്നിരിക്കുക. ഐ ഡു നോട്ട് നോ വാട്ട് ഐ വാണ്ട് ടു ഡു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാം കേട്ടോ. ഹൗ ടു ഹാൻഡിൽ ദ സിറ്റുവേഷൻ. എങ്ങനെ, കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷൊക്കെ പറയുന്ന അത്ര ഫ്ലുവൻ്റ് അല്ലെങ്കിലും പറയും, ശ്രദ്ധിച്ചോണം. അതുകൊണ്ട് നിങ്ങൾ, ഞാൻ പറഞ്ഞതിനർത്ഥം, അതുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള സാഹചര്യങ്ങൾ കടന്നു വരാം. എന്താണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു കാര്യം ഞാൻ പറയാം. ചിലപ്പോൾ ദൈവം നമുക്ക് എല്ലാം കേൾക്കുമ്പോൾ എല്ലാത്തിനകത്തും ചില ആൾക്കാർ പെട്ടെന്ന് അച്ഛാ വിശ്വാസ ജീവിതം അങ്ങ് നയിച്ചാൽ മതി അല്ലേ, അങ്ങനെ ഒറ്റയടിക്ക് എന്ത് ചെയ്യും? വിശ്വാസ ജീവിതം നയിക്കാന്ന് പറഞ്ഞാൽ, ഞാൻ പണ്ട് പാസ്റ്റർമാരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയൊന്നും ചെയ്യേണ്ട, വീട്ടിലിരുന്നാൽ മതി, വല്ലവരൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്ന അതാ വിശ്വാസ ജീവിതം. സാധാരണഗതി നാട്ടിലൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് അങ്ങനെ മതി എന്നുള്ളത് അല്ല. ദൈവം നമുക്ക് വിശുദ്ധം തന്നിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്ന, ചില കാര്യങ്ങൾ ദൈവം നമുക്ക് നാച്ചുറൽ എബിലിറ്റി തന്നിട്ടുണ്ട്. അവിടെ വിശ്വാസ ജീവിതത്തിന്റെ ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? ദൈവം നമുക്ക് കോമൺ സെൻസ് തന്നിട്ടുണ്ട്. ചിലതിൻ്റെ അകത്ത് നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്. ചിലതിൻ്റെ അകത്ത് ചിന്തിക്കാനുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിനൊന്നും നമുക്ക് വിശ്വാസ ജീവിതത്തിന്റെ ആവശ്യമില്ല. എന്നാൽ പ്രതിസന്ധി വന്നു കഴിയുമ്പോൾ നമ്മുടെ ദൈവം തന്നിരിക്കുന്ന എബിലിറ്റിക്ക് അപ്പുറമായിട്ട് ചില പ്രതിസന്ധികൾ വരുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. കർത്താവേ, ഐ ഡു നോട്ട് നോ വാട്ട് ഐ വാണ്ട് ടു ഡു. കർത്താവേ, എനിക്കറിയത്തില്ല കർത്താവേ ഞാൻ എന്താ ചെയ്യേണ്ടിയെന്ന്. ഇങ്ങനെ അനുഭവമുള്ള എത്ര പേരുണ്ട് ഇവിടെ? ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള എത്ര പേരുണ്ട്? പലതും നമ്മൾ നമ്മുടെ ദൈവം തന്ന റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് പലതും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണം. എല്ലാം ദൈവം നമുക്ക് റിസോഴ്സസ് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് മറ്റൊന്നുമില്ല, അത് ചെയ്യുക. എന്നാൽ ചിലതുണ്ടല്ലോ, അതിനപ്പുറമായിട്ട് ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ എബിലിറ്റിക്കും നാച്ചുറൽ കഴിവിനും അപ്പുറത്ത് ചിലതുണ്ട്. അവിടെ ഞാനൊരു കാര്യം പറയാം, ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലണമെന്നാണ് ഇവിടെ വായിക്കുന്നത്. ഹല്ലേലൂയ. ഒരു കരഞ്ഞ ഒരു യഹോശാഫാത്തിനെ നമുക്ക് ഈ വേദഭാഗത്ത് കാണാൻ പറ്റും. ഹല്ലേലൂയ. ഞാൻ പറയാം, ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, അവിടെ നമ്മുടെ വിശ്വാസം എക്സസൈസ് ചെയ്യേണ്ട സാഹചര്യം. ഹല്ലേലൂയ. ചിലത് നമുക്കറിയാം, ഇങ്ങനെ ചെയ്താൽ മതി, ദൈവം അതിനുള്ള കഴിവ് നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ചിലതിനപ്പുറത്ത് വരുമ്പോൾ നമ്മൾ അറിയത്തില്ല ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്. വാട്ട് ഈസ് ദ സൊല്യൂഷൻ ബിഹൈൻഡ് ദിസ്? ഇതിന്റെ പിമ്പിലുള്ള സൊല്യൂഷൻ എന്താണെന്ന് അറിയത്തില്ല. അതിന് ഇവിടെ ദൈവദാസൻ പറയുന്ന കാര്യം, ഇവിടെ നമ്മൾ യഹോശാഫാത്ത് ചെയ്ത 5 കാര്യങ്ങൾ ഞാൻ ഈ സമയത്ത് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. യഹോശാഫാത്ത് 5 കാര്യങ്ങൾ ചെയ്തു. ഇനി നമുക്ക് അതിനകത്തെ എല്ലാവരും ശ്രദ്ധിക്കണം. അതിനകത്തെ വാക്യം, രണ്ടാമത്തെ വാക്യം, അച്ഛൻ രണ്ടാമത്തെ വാക്യം തുടർന്ന് വായിച്ചോ. കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചോണം. ഇത് മുഴുവൻ മനസ്സിലാക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളും ശ്രദ്ധിച്ചോണം ഈ വാക്യം. വേഴ്സ് 2 നിങ്ങൾ വായിച്ചോ. യഹോശാഫാത്തിനോട്, വലിയൊരു ജനസമൂഹം കടലിന് അക്കരെ നിന്ന് അരാമിൽ നിന്ന് നിന്റെ നേരെ വരുന്നു. ഇതാ അവർ ഏൻ ഗതി എന്ന ഹസനോൻ താമാരിൽ ഉണ്ട് എന്ന് അറിയിച്ചു. യഹോശാഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട് യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. മതി. ഇവിടെ ഈ വേദഭാഗം ശ്രദ്ധിക്കുക. നമ്മുടെ ഈ പ്രതിസന്ധി വന്നപ്പോൾ യഹോശാഫാത്ത് എന്ത് ചെയ്തു? ഭയപ്പെട്ടു. എന്ത് പറ്റി? ഭയപ്പെട്ടു. യഹോശാഫാത്ത് എന്ത് ചെയ്തു? കുഞ്ഞുങ്ങൾ കൊണ്ട് നോക്കിയേ. യഹോശാഫാത്ത് എന്ത് പറ്റി? വാക്യം വായിച്ചോ. വേഴ്സ് 2 വായിച്ചേ. വേഴ്സ് 3 വായിച്ചേ. വേഴ്സ് 3 വായിച്ചേ. എന്നാലും ഹ്യൂജ് ആർമി വന്നപ്പോ എന്താ പറ്റി? യഹോശാഫാത്ത് അലാംഡ്, ഭയപ്പെട്ടു പോയി. എന്ത് ചെയ്യാൻ പറ്റും? വരുന്നത് വലിയൊരു ജനസമൂഹം വരിക. തന്റെ കയ്യിലുള്ള റിസോഴ്സസ് കൊണ്ട് തനിക്കതിനെ നിവർത്തിക്കാൻ പറ്റത്തില്ല. വലിയൊരു ജനം വരിക. ഭയപ്പെട്ട യഹോശാഫാത്തിനെ കാണാൻ പറ്റും. നമ്മൾ സാധാരണഗതിയിൽ
പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ ആദ്യം ഭയപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ പിന്നെ സാധാരണ ഇനി ഒരു രക്ഷയില്ല, നിരാശയിലേക്ക് കടന്നു പോയേക്കാം. സാധാരണ നമുക്ക് നോക്കിയത് നമ്മൾ പെട്ടെന്ന് നിരാശപ്പെട്ടു പോകും. ഇനി എന്തോ ചെയ്യുന്നത്, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, കുഞ്ഞുങ്ങൾക്ക് പ്രശ്നം, ഇവിടെ ബുദ്ധിമുട്ട്, എല്ലാ വിഷയങ്ങളും. യെഹോശാഫാത്തിന്റെ മുമ്പിൽ 3 പേർ ഒന്നിച്ചു വരിക. ഒന്നിച്ചു വന്നൊരു വിഷയം തനിക്ക് വിഷയം സോൾവ് ചെയ്യാൻ പറ്റുകയില്ല. യെഹോശാഫാത്ത് ആദ്യം ചെയ്ത് എന്താണെന്നറിയോ? ഹല്ലേലൂയ. ഒന്നാമത് നമ്മൾ അതിന്റെ 4-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, 4-ാം വാക്യം ഒന്ന് വായിക്കും. യഹോവയോട് സഹായം ചോദിപ്പാൻ യഹൂദ്യർ ഒന്നിച്ചുകൂടി. ശ്രദ്ധിക്കുക, യെഹോശാഫാത്ത് ഭയപ്പെട്ടപ്പോൾ താൻ 3 കാര്യങ്ങൾ ചെയ്യുകയാണ്. ഒന്ന്, യഹോവയെ അന്വേഷിച്ചു. പ്രതിസന്ധി വരുമ്പോൾ ഹല്ലേലൂയ ഡിപ്രസ്ഡ് ആയി പോകുവാനല്ല, പ്രതിസന്ധി വരുമ്പോൾ പരാജയം സംബന്ധിച്ച് പിന്മാറുവാനല്ല. യഹോശാഫാത്തിന് ഒന്നറിയാമായിരുന്നു, പ്രതിസന്ധി വരുമ്പോൾ തനിക്ക് സൊല്യൂഷൻ ഉള്ള ഒരു വഴിയുണ്ട്, അത് യഹോവയുടെ സന്നിധി പോകണമെന്നുള്ളതാണ്. ഇന്ന് പൽക്കാലം ഞാൻ പറയാം, ചിലത് നമ്മുടെ നാച്ചുറൽ എബിലിറ്റി കൊണ്ട് തീർക്കാത്ത കാര്യങ്ങൾ. ഹല്ലേലൂയ. നമുക്ക് ബുദ്ധിയും വിചാരവും സമ്പത്തും ഒക്കെ ഉള്ളതാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഇതൊന്നും പറ്റാത്ത മേഖലകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. സമ്പത്തിന് നമ്മളെ ഹല്ലേലൂയ ഞാൻ പറയാം രക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങള്, നമ്മുടെ ആരോഗ്യത്തിന് രക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങള്. ഇവിടെ യഹോശാഫാത്ത് അത് കേട്ടപ്പോൾ ഇനി ഞാൻ ഈ ദൈവത്തെ വിളിച്ചിട്ട് കാര്യമില്ലെന്നല്ല, താൻ നേരെ യഹോവയെ അന്വേഷിപ്പാൻ പോയി. ഇന്ന് പൽക്കാലം ഞാൻ പറയട്ടെ, ദൈവത്തെ അന്വേഷിക്കാൻ നീ ഇറങ്ങിയാൽ നിന്റെ വിഷയത്തിന്റെ മുമ്പിൽ അവിടെ നിനക്കൊരു പരിഹാരമുണ്ട്. യഹോശാഫാത്തിന്റെ ജീവിതം അതാ തെളിയിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പറയാം, നാച്ചുറൽ എബിലിറ്റിക്കകത്ത് കഴിയാത്തതിന്റെ മേളില് ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും. ഇവിടെ യഹോശാഫാത്ത് 4-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിച്ചത്, വേഴ്സ് 4 നമ്മൾ എന്താ വായിച്ചേ? യഹോവയോട് സഹായം ചോദിപ്പാൻ യഹൂദ്യർ ഒന്നിച്ചുകൂടി. ശ്രദ്ധിച്ച് എല്ലാവരും വായിച്ചേ. കുഞ്ഞുങ്ങൾ എന്താ വായിച്ചേ? മോനൊന്ന് വായിച്ചേ. മോന് കൈ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? നേരെ വേഴ്സ് 4 ഒന്ന് വായിച്ചേ. They came to seek the Lord. എന്ത് ചെയ്തു? ഞാൻ പറയാം, തനിക്ക് പ്രതിസന്ധി വന്നപ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരുന്നറിയോ? ഇനി അങ്ങോട്ട് പോയാൽ ഇനി ആരോടും മിണ്ടണ്ട, മാറി അങ്ങ് ഇരിക്കുക. പിശാചിന്റെ ഏറ്റവും വലിയ പരിപാടി ഐസൊലേറ്റ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക? ഐസൊലേറ്റ് ചെയ്യുക. ഇനിയും എൻ്റെ അച്ഛൻ മുഴുവൻ തകർന്നു, ഇനി ആരോടും പറഞ്ഞിട്ടും കാര്യമില്ല, പോയിട്ടും കാര്യമില്ല, അനുഭവിക്കുകയുള്ളൂ പിശാച് നമ്മൾ ഐസൊലേറ്റ് ചെയ്യുക. എന്നാൽ ഇവിടെ യഹോശാഫാത്തിന് ഒരു കാര്യം അറിയായിരുന്നു, പരിഹാരം അന്വേഷിക്കണമെങ്കിൽ യഹോവയുടെ സന്നിധി ചെല്ലണം. യഹോവയുടെ സന്നിധി ചെന്നാ പോരാ, വഴിയെ പോകുന്ന വല്ലവരോടും പറയല്ല, യഹൂദരെ വിളിച്ചു കൂട്ടി. സ്പിരിച്വൽ ഫാമിലിയോട് ചേർന്ന് നീ ഹല്ലേലൂയ സാഹചര്യം കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു മറുപടി ദൈവത്തിനുണ്ട്. ഹല്ലേലൂയ. അവർ ഐസൊലേറ്റ് ചെയ്ത് പോയിട്ട്, അച്ഛാ ഞങ്ങളൊക്കെ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുക, നിങ്ങൾ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചോ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ പറയാ, ഇന്ന് പൽക്കാലം വലിയൊരു പ്രതിസന്ധിയുടെ മുമ്പില് യഹോശാഫാത്ത് എന്താ ചെയ്തെന്നറിയാമോ? താൻ ചിലരെ വിളിച്ചു കൂട്ടി. അല്ലേ, താൻ ആദ്യം എന്ത് ചെയ്തു? താൻ കൂട്ടി പ്രശ്നം വന്നപ്പം എന്നാ നോക്കാം, അച്ഛാ അവിടുത്തെ ബാങ്കിൽ എത്ര രൂപയുണ്ട്, ഇവിടെ എന്തൊക്കെയുണ്ട്. യഹോശാഫാത്തിന് അറിയാൻ താൻ എത്ര കണക്കൂട്ടിയാലും തന്റെ പരുവത്തിന് എത്തത്തില്ല. ആർമിയുടെ കപ്പാസിറ്റി നോക്കുവാനല്ല താൻ പോയത്, തന്റെ പ്രതിസന്ധിയിലല്ല താൻ പോയത്. താൻ നേരിട്ട് ഒറ്റ കാര്യം മാത്രമേ ചിന്തിച്ചുള്ളൂ. താൻ എന്ത് ചെയ്യുന്നറിയാമോ? ഒന്നും നോക്കാതെ താൻ യഹോവയുടെ സഭയെ വിളിച്ചു കൂട്ടി. ഹല്ലേലൂയ. ഞാൻ പറയാം, ചിലതിന്റെ പരിഹാരം ഏകാംഗനായി നിൽക്കുന്നതല്ല, ചിലതിന്റെ പരിഹാരം എന്ന് പറയുന്നത് സഭയെ വിളിച്ചു കൂട്ടുന്നതാണ്. ഹല്ലേലൂയ. വെറുതെ ആരെയല്ല വിളിച്ചു കൂട്ടുന്നത്, അവൻ യഹൂദന്മാരെ എല്ലാവരെയും ഒന്ന് വിളിച്ചു കൂട്ടി, തന്റെ ഇസ്രായേൽ മക്കളെ എല്ലാം വിളിച്ചു കൂട്ടി. എന്തിനാണെന്നറിയാം? അവിടെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, താഴോട്ട് വായിക്കുമ്പോൾ, സകല യഹൂദ നഗരങ്ങളിൽ നിന്ന് അവർ യഹോവയെ അന്വേഷിപ്പാൻ വന്നു. മതി. അവരെന്ത് ചെയ്തു? യഹോവയെ അന്വേഷിക്കാൻ വേണ്ടി. പ്രശ്നത്തിന്റെ പരിഹാരം ഹല്ലേലൂയ അസംബ്ലിയിലാ ഉള്ളതെന്ന് പറ. ഹല്ലേലൂയ. പ്രശ്നത്തിന്റെ പരിഹാരം എവിടാ ഉള്ളത്? നമ്മുടെ കൂടി വരവിലാ ഉള്ളത്. നിന്റെ പ്രശ്നം ഇന്ന് പൽക്കാലം ഉണ്ടെങ്കിൽ ഞാൻ ദൈവനാമത്തിൽ വിളിച്ചു പറയട്ടെ, നീ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നെങ്കിൽ അതിനുള്ള പരിഹാരം ദൈവത്തിന് തരാൻ പറ്റും. നിന്നെ ഐസൊലേറ്റ് ചെയ്ത്, നിന്നെ മാറ്റിവിട്ട്, അല്ലെങ്കിൽ നിന്നെ തള്ളിക്കളഞ്ഞ് നിന്റെ ജീവൻ നശിപ്പിക്കുന്നതാ പിശാചിന്റെ ആഗ്രഹം. എന്നാൽ എപ്പം നീ ആ കൂട്ടായ്മയ്ക്ക് അകത്ത് നിൽക്കുമോ അപ്പോൾ നീ ജയാളിയായിട്ട് മാറും. ഹല്ലേലൂയ. ഞാൻ പറയാം, നമ്മള് ഈ ക്രിസ്തുവിന്റെ സഭയെ ശരീരമായിട്ട് ഉപമിക്കുന്നു അല്ലേ? ക്രിസ്തുവിന്റെ ശരീരം ഒരു ബന്ധത്തിൽ ഇരിക്കുക, അതാ കൂട്ടായ്മ. നിന്റെ പ്രശ്നം വരുമ്പോൾ നീ ആ കൂട്ടായ്മയ്ക്കകത്താ വരേണ്ടത്. ഹല്ലേലൂയ. ചില ആൾക്കാർ വരുമ്പോൾ, ഞാൻ ഇത്ര നാളും കർത്താനെ വിളിച്ചു, ഇനി ഞാൻ പള്ളിയിലും പോകുന്നില്ല, ചർച്ചിലും പോകുന്നില്ല, വീട്ടിൽ പോയിരിക്കും.
ഞാൻ പറയാം, നീ ദൈവമകനാണെങ്കിൽ ഞാൻ പറയാം, ഒരു ശരീരത്തിലുള്ള നിന്റെ ശരീരത്തിൽ അവയവങ്ങളുണ്ട്. നീ ഇപ്പൊ വിരളാന്ന് വിചാരിച്ചു, നിന്റെ വിരൽ മുറിച്ച് ഫ്രിഡ്ജ് വെച്ചേക്കാന്ന് വിചാരിച്ചോ? എന്താ പ്രശ്നം? വിരൽ മുറിച്ച് എന്ത് ചെയ്തു? ഫ്രിഡ്ജ് വെച്ചു. ഞാൻ പറയാം, 2 ദിവസം കഴിഞ്ഞോണ്ട് ആ വിരൽ അവിടെ ഇരുന്ന് ചത്തുപോകത്തേ ഉള്ളൂ. കൈയുടെ പ്രശ്നം എന്നറിയോ? കൈ ഹീലായിക്കോളും കേട്ടോ. കൈ എന്ത് ചെയ്യും? നീ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോയ നഷ്ടം നിനക്ക് മാത്രമേ ഉള്ളൂ. നീ ആ കൂട്ടായ്മക്കകത്ത് നിൽക്കുമ്പോ ഉണ്ടല്ലോ, നിനക്ക് ചില വിടുതലുകൾ വരും. നീ സെപ്പറേറ്റ് മാറിപ്പോകുമ്പോൾ നീ അറിയാതെ തകർന്നു പോവുക ചെയ്യുന്നത്. പ്രശ്നത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ സന്നിധി വരുവാൻ എത്ര പേര് തയ്യാറുണ്ട്? ഇന്ന് പലക്കാലം ഞാൻ പറയാം, അങ്ങനെ വരുവാൻ തയ്യാറുണ്ടെങ്കിൽ അവിടെ മാത്രമേ വിടുതലുള്ളൂ. നീ ഏകനായിരിക്കുവാൻ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഏകനായിരിക്കുന്നത് നന്നല്ല. കാര്യം സഭയായിട്ട് ദൈവം മക്കളെ ആക്കേണ്ട അർത്ഥം എന്നാണെന്നറിയാമോ? തമ്മിലുള്ളൊരു ബന്ധമുണ്ട്, തമ്മിലൊരു കൂട്ടായ്മയുണ്ട്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, സഭായോഗങ്ങളെ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. വെറുതെ പറഞ്ഞതല്ല ദൈവത്തിന്റെ ആത്മാവ്. ഞാൻ പറയാം, അതിനകത്തൊരു പവർ ഉണ്ട്. നമ്മൾ ഒന്നിച്ചു നിൽക്കുമ്പോൾ എതിർത്തു വരുന്ന ശത്രുവിന്റെ മേൽ ജയം നേടുവാനുള്ള പവർ ദൈവം തരും. ഹല്ലേലൂയ. നമ്മൾ ഇവിടെ ഈ കൂട്ടായ്മയൊക്കെ കൂടുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയാം, ഒന്നിച്ചു നിന്നാൽ നിന്നെ തോൽപ്പിക്കാം, ഒറ്റയ്ക്ക് നിന്നാൽ പക്ഷെ ഒന്നിച്ചു നിന്നാൽ നിനക്ക് ജയാളിയാകാം. ഹല്ലേലൂയ. നീ സഭയുടെ ഭാഗമായിട്ട് ആ ഫെലോഷിപ്പിൽ നീ തുടരുന്നെങ്കിൽ പ്രതിസന്ധികളുടെ മേൽ നീ ജയാളിയായിട്ട് മാറും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ, മനസ്സിലായോ എന്താ പറഞ്ഞത്? If we stand alone, we will fail. But we stand together. അങ്ങനെ കേട്ടില്ല? ഇംഗ്ലീഷിൽ ചൊല്ലുണ്ട്, എനിക്കറിയത്തില്ല അതെന്ന്. നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് നമ്മൾ പരാജയപ്പെട്ടു പോകും, ഒന്നിച്ച് നിന്നാൽ നമുക്ക് ജയാളിയാകാം. ആത്മീയ ജീവിതത്തിലും അതാ. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളില്, പ്രശ്നങ്ങളില് നമ്മൾ ഒറ്റയ്ക്ക് നിന്നാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. ഞാൻ പറയാം, ശത്രുവിന്റെ ഉപദ്രവം ഏറി വരുമ്പോൾ ദൈവസന്നിധിയിലേക്ക് ആദ്യം ഓടിച്ചെല്ലേണ്ടത് നിന്റെ സ്പിരിച്വൽ ആയിട്ടുള്ള, ആത്മീയരായിട്ടുള്ള നിന്റെ സഭാ വിശ്വാസികളുടെ അടുത്തേക്ക് എന്ന് നിന്റെ വിഷയങ്ങളുമായിട്ട് കടന്നു ചെല്ല്. അവരോട് നിന്റെ വിഷയങ്ങൾ പറ. ഒന്നിച്ച് വിളിച്ചു കൂട്ട്. പണ്ട് കാലത്ത് ചെറുപ്പത്തിൽ ആക്കുന്നുണ്ട്, വിഷയങ്ങൾ വന്നാൽ വീട്ടിൽ ഉടനെ സഭാ മീറ്റിംഗ് നടത്തി ഉപവാസ പ്രാർത്ഥന വയ്ക്കും. എന്റെ ചെറുപ്പത്തിലൊക്കെ ഏതെങ്കിലും വീട്ടിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അന്നേരത്തേനും എന്ത് ചെയ്യുന്നറിയോ? അവിടെ അന്നേരത്തേനും ഉപവാസ പ്രാർത്ഥന വയ്ക്കും. എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് വാൽക്കാലം ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൽ വിടുതലുകൾ കൂട്ടായ്മയ്ക്കകത്തുണ്ട്. പ്രതിസന്ധി നിന്റെ ശക്തിക്ക് അപ്പുറമാണെങ്കിൽ നീ കൂട്ടായ്മ വിട്ടുമാറാതെ ദൈവസന്നിധി നിൽക്കുന്നെങ്കിൽ യഹോശാഫാത്തിന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്തതുപോലെ ചില വിടുതലുകളെ നമ്മുടെ ജീവിതത്തിൽ തരാൻ തയ്യാറാ. രണ്ടാമത് ഞാൻ പെട്ടെന്ന് പോട്ടെ. രണ്ടാമത്തെ വിഷയം, അതിനകത്ത് അടുത്ത യഹോശാഫാത്ത് എന്ത് ചെയ്യുന്നുള്ളതാണ്. അതിന്റെ താഴോട്ട് വായിക്കാം. അതിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചു. ഞങ്ങളുടെ അല്ല, അടുത്ത കണ്ടിന്യൂസ് ആയിട്ട് വാക്യം വായിച്ചു. 5-ാം വാക്യം. യഹോശാഫാത്ത് യഹോവയുടെ ആലയത്തിൽ പുതിയ പ്രാകാരത്തിന്റെ മുമ്പിൽ യഹൂദയുടെയും യെരൂശലേമിന്റെയും സഭാമധ്യേ നിന്നുകൊണ്ട് പറഞ്ഞത് എന്തെന്നാൽ, താൻ ഇവരെ കൂട്ടി വിളിച്ചിട്ട് എന്ത് ചെയ്യുന്നറിയോ? താനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക. രണ്ടാമത് എന്നാണെന്നറിയാമോ? നമ്മുടെ പ്രതിസന്ധികളുടെ മധ്യത്തില് അവസാനത്തെ ആയുധമല്ല പ്രാർത്ഥന, പ്രതിസന്ധികളുടെ മധ്യത്തില് ഒന്നാമത്തെ ആയുധമാ പ്രാർത്ഥന. ഹല്ലേലൂയ. യഹോശാഫാത്തിന് അറിയാം തനിക്ക് ഒരു കാര്യം ചെയ്യണം. ഇതിനെ ജയിക്കാൻ പറ്റത്തില്ല. ഫെലോഷിപ്പ് എല്ലാവരെയും വിളിച്ചുകൂട്ടി, ആത്മീകരായിട്ടുള്ളവരെ വിളിച്ചുകൂട്ടി, തന്റെ കൂട്ടായ്മക്കാരെ വിളിച്ചുകൂട്ടി, എന്നിട്ട് താൻ അവിടെ വന്നവരോട് പ്രാർത്ഥന പറയുക. ഇന്ന് വായിക്കാൻ പറയാം, prayer is not a last resort but that is the first thing to do. ഒന്നാമത് ചെയ്യേണ്ട കാര്യം എന്താ പറയാ? പ്രാർത്ഥനയാ. പ്രതിസന്ധി വരുമ്പോൾ പരാജയപ്പെട്ട് ഐസൊലേറ്റ് ചെയ്ത് പോകുവാനല്ല, കൂട്ടായ്മയായിട്ട് കൂടി വരിക. രണ്ടാമത് പ്രാർത്ഥിക്കുക. ഇവിടെ എങ്ങനെ യഹോശാഫാത്തിന്റെ പ്രാർത്ഥന നോക്കാം. പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ. മതി. ഇവിടെ ഒന്നാമത് താൻ ചെയ്യുന്ന അതിന്റെ 6-ാം വാക്യല്ലേ ഞാൻ വായിച്ചത്? 6-ാം വാക്യത്തില് അങ്ങനെ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ. ഇങ്ങനെ പറയുന്ന ഒന്നാമത്തെ കാര്യം താൻ പറയുക, ദൈവം ആരാണെന്ന് ഓർത്ത് അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുക. എന്താ പറഞ്ഞേക്കുന്നത്? അയ്യോ കർത്താവേ, താൻ ഇങ്ങനെ പറഞ്ഞതിന്റെ ചുരുക്കം ഇങ്ങനെയാണ്, I am in trouble, Lord, in this world, but you are seated on the heaven. ഞാൻ ഈ ഭൂമിയിൽ വലിയൊരു പ്രതിസന്ധിയിലായിരിക്കുക കർത്താവേ, പക്ഷെ നീ എവിടെ ഇരിക്കുക? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നമ്മൾ പ്രാർത്ഥന കർത്താവ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന, ഇവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ.
ഇന്ന് പലക്കാലം എത്ര വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ ദൈവസന്നിധി കടന്നു വരുമ്പോൾ ഒന്നാമത് നമ്മുടെ കർത്താവ് ആരാന്ന് മനസ്സിലാക്കണം. ഇന്ന് പലക്കാലം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന നല്ലൊരുവൻ സ്വർഗത്തിലുണ്ട്. നിന്റെ വിഷയങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ അറിയിച്ചാൽ തക്ക സമയത്ത് അതിന് മറുപടി നൽകുവാൻ, ഉത്തരം നൽകുവാൻ നല്ലൊരു ദൈവം നമുക്കുണ്ട്. അല്ലെ, ഒന്നാമത് പ്രാർത്ഥനയ്ക്കകത്ത് വേണ്ട കാര്യം അറിയാമോ? ഹല്ലേലൂയ, ദൈവം ആരാണെന്നറിഞ്ഞ് അവനെ നമ്മൾ ഹല്ലേലൂയ പ്രൈസ് ചെയ്യണം. ദൈവം ആരാന്ന് മനസ്സിലാക്കി അവനെ പ്രൈസ് ചെയ്യണം. നിന്നെ കണ്ടിട്ടിട്ട് പോകുന്നവനല്ല. യെഹോശാഫാത്തിന് അറിയാം, എനിക്ക് ചെന്ന് പറയുവാൻ ഒറ്റ സ്ഥലമേ ഉള്ളൂ. ഐ ഡോണ്ട് നോ വാട്ട് ഐ ഹാവ് ടു ഡു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെ യെഹോശാഫാത്ത് പറയും, ഞാൻ സഭ വിളിച്ചു കൂട്ടി, അവിടെ ഞാൻ പ്രാർത്ഥന വെച്ചു. പ്രാർത്ഥനയ്ക്കകത്ത് ഒന്നാമത് എന്ത് എന്നറിയാമോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഹല്ലേലൂയ, നീ സ്വർഗസ്ഥനായ ദൈവമാണല്ലോ. ഇന്ന് വൽക്കാലം നമ്മൾ ഈ ഭൂമിയിൽ ഇരിക്കുമ്പോഴും മറന്നു പോകണ്ട, നമ്മുടെ അപ്പൻ സ്വർഗത്തിലുണ്ട്. നമ്മുടെ വിഷയത്തിന് പരിഹാരം നൽകുവാൻ മതിയായവനാ. യെഹോശാഫാത്ത് പറയാ, വിഷയം അവിടെ നിൽക്കട്ടെ, പക്ഷെ ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ കടന്നു ചെല്ലുകയാണ്. അപ്പൊ ഞാൻ രണ്ടാമത് താൻ പറയുന്നത്, എന്റെ അടുത്ത വാക്യം വായിച്ചു 7 മുതൽ 10 വരെ, സമയം അത്രയും വായിക്കണ്ട, 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവര് താൻ എന്തെന്ന് പറയാ, ദൈവം അവർക്ക് കൊടുത്ത നന്മയെ പറ്റി പറയാ. ചേർന്ന് വായിച്ചു, അത് പെട്ടെന്ന് വായിച്ചു. നീ നിന്റെ ജനമായ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് ഈ ദേശത്തിലെ നിവാസികളെ നീക്കിക്കളഞ്ഞ് അത് നിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിക്ക് ശാശ്വതമായി കൊടുത്തുവല്ലോ. അങ്ങനെ പറയാം, താങ്ക്ഡ് ഫോർ ഗോഡ്സ് ഗിഫ്റ്റ്. ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് അവൻ എന്ത് ചെയ്തു? ഒന്നാമതാണ് എന്ത് ചെയ്യുന്നറിയാമോ? ദൈവത്തിന്റെ നാമം അറിഞ്ഞൊന്ന് വിളിക്കാൻ തുടങ്ങി. അവൻ സ്വർഗത്തിലിരിക്കുകയാണ്, അവൻ എന്റെ പിതാവാണ് എന്ന് മനസ്സിലാക്കി. രണ്ടാമതാണ് എന്ത് ചെയ്യുന്നറിയാമോ? ദൈവം ചെയ്ത നന്മകൾ 7 മുതൽ അതിന്റെ 10 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവം അവർക്ക് ചെയ്ത നന്മകളെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് നന്ദി പറയുക. അത് വായിച്ചു ഒന്ന് വെച്ചാൽ പെട്ടെന്ന് വായിച്ചു നോക്കിയോ, അവിടെ കാണാൻ പറ്റും. ഞങ്ങളുടെ ദൈവമേ, നീ നിന്റെ ജനമായ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് ഈ ദേശത്തിലെ നിവാസികളെ നീക്കിക്കളഞ്ഞ് അത് നിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിക്ക് ശാശ്വതമായി കൊടുത്തുവല്ലോ. അവർ അതിൽ പാർത്ത് ന്യായവിധിയുടെ വാൾ, മഹാമാരി, ക്ഷാമം എന്നിങ്ങനെയുള്ള വല്ല അനർത്ഥവും ഞങ്ങൾക്ക് വരുമ്പോൾ ഞങ്ങൾ ഈ ആലയത്തിന്റെ മുമ്പിലും നിന്റെ സന്നിധിയിലും നിന്ന് നിന്റെ നാമം ഈ ആലയത്തിൽ ഉണ്ടല്ലോ, ഞങ്ങളുടെ സങ്കടത്തിൽ നിന്നോട് നിലവിളിക്കുകയും നീ കേട്ട് രക്ഷ വരുത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതിൽ തിരുനാമത്തിന് വേണ്ടി നിനക്ക് ഒരു വിശുദ്ധ മന്ദിരം പണിതു. ഇസ്രായേൽ മിസ്രയീം ദേശത്തു നിന്ന് വരുമ്പോൾ അവർ അമ്മോന്യരെയും മോവാബ്യരെയും സെയീർ പർവ്വതക്കാരെയും ആക്രമിപ്പാൻ നീ അനുവാദം കൊടുത്തില്ലല്ലോ. അവർ അവരെ നശിപ്പിക്കാതെ വിട്ടുമാറി. മതി മതി, അത്രയും മതി. താൻ എന്ത് ചെയ്യുക? പഴയ തന്റെ അനുഭവങ്ങൾ ഞാൻ പറയാം. ഒന്നാമത് ഞാൻ പറഞ്ഞത് പ്രൈസ് ദ ലോർഡ്, ദൈവത്തിന് എന്ത് ചെയ്യണം? മഹത്വം കൊടുക്കണം. ഇന്ന് പൽക്കാലം ഞാൻ പറയാം, ദൈവത്തിന് മഹത്വം കൊടുക്കണം. രണ്ടാമത് ദൈവത്തിന് നന്ദി കരേറ്റണം. എന്തിനാണെന്നറിയാമോ? കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ദൈവത്തിന്, കഴിഞ്ഞ നാടുകളിൽ വിടിവിച്ച ദൈവത്തിന് താൻ തിരിഞ്ഞു നോക്കിയിട്ട് പറയാ, പാലും തേനും ഒഴുകുന്ന ദേശം ഞങ്ങളുടെ അവകാശമായിട്ട് നീ തന്നല്ലോ കർത്താവേ. ഞങ്ങൾ അവിടെ ഇപ്പൊ നിൽക്കുന്നത്. പണ്ട് നീ വന്നപ്പോൾ ഈ ഭൂളി പറഞ്ഞ 3 ജാതിക്കാരെ പറ്റി പറയുക, അവരന്ന് വന്നപ്പോൾ അറ്റാക്ക് ചെയ്യാൻ നീ എന്ത് ചെയ്തില്ല? അനുവദിച്ചില്ല. ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ 3 കൂട്ടരും വന്നപ്പോൾ ദൈവം എന്ത് ചെയ്തില്ല? ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഈ 3 കൂട്ടരും ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റും? ദൈവം എന്ത് ചെയ്തില്ല? ഇസ്രായേൽ മക്കളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അനുവദിച്ചില്ല. പിന്നെ നമ്മൾ ഇവിടെ താഴോട്ട് വായിക്കുമ്പോൾ അങ്ങനെ അനുവദിക്കാതെ വന്ന ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. നമുക്ക് ലഭിച്ച കാര്യത്തിന് വേണ്ടി, ഈവൻ ഇറ്റ് ഈസ് വെരി സ്മോൾ, ഞാൻ പറയാം വളരെ ചെറുതാണെങ്കിലും നന്ദിയുള്ളൊരു ഹൃദയം നമുക്കുണ്ടായിരിക്കണം. നിന്റെ വിഷയത്തിന് പരിഹാരം കിട്ടണമെങ്കിൽ അതെന്തോ അച്ഛാ, അത് അപ്പുറത്തെ തോമാച്ചനും കിട്ടിയതല്ലേ, അതുകൊണ്ട് എനിക്കും കിട്ടിയതാ, അതല്ല നമ്മുടെ വിഷയം. ഞാൻ പറയാം, 5 അപ്പൻ 2 മീനും കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്താലും കർത്താവ് അതെടുത്ത് നന്ദി പറയും. അല്ലെങ്കിൽ എങ്ങനെയാ പറയുന്നത്? അപ്പവും 5 അപ്പവും 2 മീനും കയ്യിലെടുത്തവൻ വാഴ്ത്തി. ഇന്ന് പൽക്കാലം പറയാം, അയ്യോ 5000 പേർക്ക് ഈ ചെറുക്കൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമേ ഉള്ളോ? ഞാൻ പറയാം, നിന്റെ കയ്യില് എത്ര ചെറുതാ ദൈവം തന്നിരിക്കുന്നതെങ്കിലും നന്ദി കരേറ്റുവാനുള്ള മനസ്സുണ്ടെങ്കിൽ ഞാൻ പറയാം, ബാക്കി കർത്താവ് ചെയ്യുന്നവനാ. ഇന്ന് പൽക്കാലം ഞാൻ പറയാം, കർത്താവിന് ചെയ്യണമെങ്കിൽ നന്ദിയുള്ള ഒരു ഹൃദയം വരണം. ഒന്നാമത് ഞാൻ പറയാം, അവൻ ആരാണെന്ന് ബോധ്യം വരണം. രണ്ടാമത് നന്ദി കൊടുക്കുവാനുള്ള ഹൃദയം വേണം. ലാസറിന്റെ കല്ലറയ്ക്ക് ചെന്നിട്ട് കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? അവിടെ നിന്നിട്ട് പറഞ്ഞു, കർത്താവേ, നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നതിനാൽ നിനക്ക് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയാം, പ്രതിസന്ധിയുടെ മുമ്പിലും ലോകം നിലവിളിക്കുന്നതിന്റെ മുമ്പിലും നന്ദിയുള്ളൊരു ഹൃദയം കർത്താവേ ഇന്ന് പൽക്കാലോടെ നിൽക്കാനുള്ള ഒരു ആയുസ് തന്നല്ലോ, അതിന് നന്ദി കർത്താവേ. ആരാധന അവിടാണ് നമ്മുടെ പ്രൈസ് തുടങ്ങേണ്ടത്.
ഹല്ലേലൂയ. ഒന്ന് ഞാൻ പറയാം, കർത്താവ് ആരാന്നറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം. രണ്ടാമത്, അവന് നന്ദിയുള്ള ഒരു ഹൃദയം നമുക്കുണ്ടായിരിക്കണം. നേരത്തെ ചെയ്ത കാര്യങ്ങളെ ഓർത്ത് വെച്ചിട്ട് അവൻ വിടിവെച്ചതിനെ ഓർത്ത് ശത്രുവിന്റെ പക്ഷം, ഇങ്ങനെ പറയുന്നുണ്ട് സങ്കീർത്തനത്തില്, ശത്രുവിന്റെ വശത്ത് നിന്നും സോവാൻ വയലിൽ അവരെ വിടിവെച്ചതും ഈ ജനം ഓർത്തില്ലെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. ഇന്ന് പോൽക്കാലം ഞാൻ പറയാം, ഓർക്കാതെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നവൻ അവന് ദൈവത്തിൽ നിന്നും പ്രാപിക്കാൻ പറ്റത്തില്ല. കർത്താവ് നന്മ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അവൻ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ അവൻ പുത്രനെ എനിക്ക് തന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇന്ന് പോൽക്കാലം നമുക്ക് നന്ദി കരേറ്റ എത്ര കാര്യങ്ങളുണ്ട്. മൂന്നാമത് നമ്മൾ വായിക്കുന്നത് അതിന്റെ ആ പ്രാർത്ഥനയ്ക്കകത്ത് താൻ പറയുന്ന കാര്യമോ 11-ാം വാക്യം ഒന്ന് വായിച്ചു വെച്ചാ, ഇപ്പോൾ ഇതാ നീ ഞങ്ങൾക്ക് കൈവശമാക്കി തന്ന നിന്റെ അവകാശത്തിൽ നിന്ന് ഞങ്ങളെ നീക്കിക്കളവാൻ അവർ വന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ പ്രതിഫലം തരുന്നു. ദൈവത്തോട് കംപ്ലൈന്റ് പറയാനോട് കാര്യം കൊടുത്ത് പറഞ്ഞോ, ദൈവത്തിന് ഇവൻ എന്താ പറഞ്ഞത്? എടാ, അന്ന് നീ എന്ത് ചെയ്തില്ല? നിങ്ങൾ ശ്രദ്ധിക്കണം, അന്ന് ചെയ്തില്ല. ഈ 3 ജാതികളെയും ദൈവം അന്ന് എന്ത് ചെയ്തില്ല? അനുവദിച്ചില്ല. അതിന് കർത്താവേ നന്ദി. കർത്താവ് ഇത്രയും നാൾ അസുഖമൊന്നും വന്നില്ല, അതിന് നന്ദി. ഇപ്പൊ ഒരു പ്രതിസന്ധി വന്നു, പറഞ്ഞാൽ ചുരുക്കം മനസ്സിലായോ? 3 പേര് അന്ന് വന്നു, നീ അനുവദിച്ചില്ല. ഇപ്പൊ 3 പേര് വന്നു, അവര് ഇപ്പൊ ഞങ്ങളെ തകർക്കാൻ വേണ്ടി വരിക. കംപ്ലൈന്റ് ഒന്നുകൂടെ പറഞ്ഞു, കംപ്ലൈന്റ് പറയുന്നോട് തെറ്റില്ലെന്ന് പറ. ദൈവസന്നിധി ചെന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ലോകത്തിൽ നിന്റെ ഈ പ്രശ്നമെല്ലാം പറയാൻ പോയാൽ നാട്ടുകാർ മുഴുവൻ നാട്ടിച്ച് നിന്നെ കുളവാക്കും. അയ്യോ, അവരുടെ വിഷയം ഇങ്ങനെയാണെന്ന് പറയും. എന്നാൽ കംപ്ലൈന്റ് പറയാൻ പറ്റിയ നല്ല സ്ഥലം ദൈവത്തിന്റെ സന്നിധിയാണ്. അവൻ എന്നെ വിടുവിച്ചതാ. ഹല്ലേലൂയ. ഒരിക്കൽ എനിക്ക് ജയം തന്നതാ. അയ്യോ, പണ്ടെനിക്ക് അവിടെ കൊറോണ വന്നപ്പോഴും എനിക്ക് വന്നില്ല, ഇപ്പൊ ഒരു വൈറൽ ഫീവർ കയറി പിടിച്ചെന്ന് പറയണം. കർത്താവേ, അന്ന് ഇവര് 3 വന്ന് നീ എന്നെ തൊടാൻ അനുവദിച്ചില്ല, ഇപ്പൊ ഇന്നാലും എനിക്ക് കുഴപ്പമില്ല. ഹല്ലേലൂയ. ഞാൻ പറയാം, എന്റെ കർത്താവ് സ്വർഗസ്ഥനാണ്, അവൻ എനിക്ക് നന്മ ചെയ്തവനാണ്. അവന്റെ സന്നിധി ചെന്ന് കംപ്ലൈന്റ് പറഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, നമ്മൾ വായിച്ച വേദഭാഗത്ത് ഇങ്ങനെ അവര് പറയുന്നത്, വായിച്ചോട്ട് വായിച്ചു വെച്ചാൽ അവിടെ, ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, എന്ത് ചെയ്യേണ്ടതെന്ന് അറിയുന്നതുമില്ല. ഞാൻ പറയാം, ദൈവത്തിന്റെ മുമ്പിൽ പരാതി പറയുന്നവൻ ലോകത്തിന്റെ മുമ്പിൽ പരാതി പറയാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ മുമ്പിൽ പരാതി പറയുവാൻ നീ ചെല്ലുന്നെങ്കിൽ ലോകത്തിന്റെ മുമ്പിൽ നിന്റെ പരാതി പറയാൻ അനുവദിക്കത്തില്ല അവന്. ഹല്ലേലൂയ. ഇവൻ താൻ സഭ കൂടി അവരുടെ മുമ്പിൽ താൻ പറയുകയാണ്, കർത്താവ് ഇങ്ങനെ പണ്ട് നീ ചെയ്ത നന്മയുണ്ടായിരുന്നു, ഇപ്പം ഞങ്ങൾ ചില പ്രതിസന്ധികളില്ല, പക്ഷെ ഒന്ന് ഞങ്ങൾക്കറിയാം, അവിടെയും വിടുവിക്കാൻ മതിയായൊരു ദൈവമാണ് ഞങ്ങളുടെ ദൈവം. ഹല്ലേലൂയ. ഇപ്പൊ വന്നത് കൊണ്ട് താൻ പറയേ, കർത്താവേ നീ അവരെ ശിക്ഷ വിധിക്കത്തില്ലയോ? ചോദിക്കുന്നത് എങ്ങനെയാ? നീ അവരെ ശിക്ഷിക്കയില്ലല്ലോ. ലോർഡ്, വാട്ട് വി വാണ്ട് ടു ഡു. പ്രശ്നം എപ്പോഴാ? കർത്താവേ ഞങ്ങൾ എന്ത് ചെയ്യും? വാട്ട് വി വാണ്ട് ടു ഡു നൗ. ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ഞാൻ പറയാം, ഇവര് പറയുന്നതിന്റെ അത് കാര്യമുണ്ട്. കർത്താവേ, ഞങ്ങൾ നല്ലവരായിട്ട് നിന്നവരാ, ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അവനത്തിനാ ഇപ്പൊ ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. ഇപ്പോഴെന്താ ഈ പ്രശ്നമൊക്കെ? ഞങ്ങൾ സഭയിൽ എല്ലാ ആഴ്ചയും വരുന്നില്ലേ? ഒരു മീറ്റിംഗ് പോലും മുടക്കുന്നില്ലല്ലോ. ഹല്ലേലൂയ. വിഷയങ്ങളൊക്കെ ഞങ്ങൾക്ക് കുഴപ്പമില്ലാതിരിക്കുകയല്ലായിരുന്നേ, പിന്നെ ഞങ്ങൾക്ക് എന്തിനാ ഈ രോഗം വന്നത്? ഞാൻ പറയാം, ദൈവസന്നിധി ചെന്ന് ചോദിച്ചോ, തെറ്റൊന്നുമില്ല കേട്ടോ. കർത്താവ് ഉത്തരം നൽകുന്ന ദൈവമാ. നിന്റെ കരച്ചില്, നിന്റെ വേദന, നിന്റെ നിലവിളി, നിന്റെ ചോദ്യങ്ങള് സകലത്തിന് ഉത്തരമുള്ള ദൈവസന്നിധിയിലേ ഉള്ളൂ. ഹല്ലേലൂയ. ലോകത്തിന് മുമ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഉത്തരമില്ലാത്ത സാഹചര്യമാ. ഇന്ന് പൽക്കാലം ഞാൻ ദൂതായിട്ട് വിളിച്ചു പറയട്ടെ, നിന്റെ കംപ്ലൈന്റുമായിട്ട് ആ സമൂഹത്തിലേക്ക്, സഭയിലേക്ക് വന്നാലുണ്ടല്ലോ, അവിടെ കർത്താവിന് നിന്നോട് സംസാരിക്കാനുണ്ട്. ഹല്ലേലൂയ. അവിടെ വന്നിട്ട് അവര് പറയുന്നത്, അവർ നിലവിളിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറയും, ദൈവത്തിന്റെ അടുത്ത് നിന്റെ പരാതി പറഞ്ഞാൽ, ഹല്ലേലൂയ, അവൻ നിന്റെ പരാതിക്ക് മറുപടി നൽകുന്നവനാ, നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്നവനാ, നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി ഇന്ന് പൽക്കാലം നിന്നെ വിടുന്നവനാ. ഞാൻ പറയാം, നിന്റെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ നീ റേസ് ചെയ്താൽ, ഞാൻ പറയാം, ദൈവം മറുപടി നൽകും. ഹല്ലേലൂയ. നന്ദിയോടെ വേണമെന്നുള്ളതേ ഉള്ളൂ. കഴിഞ്ഞ നാളുകളിൽ ദൈവം എനിക്ക് ചെയ്തു എന്നുള്ള നന്ദിയുള്ള ഹൃദയത്തോടെ നീ ദൈവസന്നിധി വരുന്നെങ്കിൽ അവൻ നിന്നെ ഉയർത്തുവാൻ മതിയായ ദൈവമാണ്. 4-ാമത് അവിടെ വെച്ച് അവർ ഈ ചോദ്യം ചോദിക്കുന്നു അല്ലേ? നമ്മൾ വായിച്ചു നോക്കി, അവര് വാക്യത്തില് 12-ാം വാക്യം കൂടെ വായിച്ചു വെച്ച, ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കയില്ലയോ? കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇങ്ങോട്ട് ഇവിടെ. ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, എന്ത് ചെയ്യേണ്ടുവെന്ന് അറിയുന്നതുമില്ല. ഞാൻ പറയാം, കംപ്ലൈന്റ് ദൈവസന്നിധി എന്ന് പറയണം. അച്ഛാ, ഈ വിഷയത്തിന് എന്താ പരിഹാരം ഒന്നും അറിയത്തില്ലേ? നമുക്ക് ദൈവസന്നിധി ചെല്ലാമെന്നേ. ഹല്ലേലൂയ. എന്താ? I don't know what to do. But ദൈവത്തിന്റെ വചനം പറയുക, word of God will say what you have to do at that situation.
ആ സിറ്റുവേഷനിൽ നിനക്ക് എന്തുവാ ചെയ്യേണ്ടത് എന്ന് ദൈവത്തിന്റെ വചനം നിന്നോട് പറയും. ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക്, നിന്റെ കണ്ണുനീരിന്, നിന്റെ വേദനകൾക്ക് മറുപടി ദൈവസന്നിധിയേ ഉള്ളൂ. പക്ഷെ പിശാച് പറയും, എടാ പോയിട്ട് കാര്യമൊന്നുമില്ല, ഐസൊലേറ്റ് ചെയ്യാൻ. ദൈവസന്നിധിക്ക് വില കൊടുക്കണം. കരം കൊടുത്ത് പറഞ്ഞു, ദൈവസന്നിധിക്ക് വില കൊടുക്കണം എന്ന് പറ. കൂട്ടായ്മയ്ക്ക് വില കൊടുക്കണമെന്ന് പറ. ഹല്ലേലൂയ. ഞാൻ പറയാ, കൂട്ടായ്മ, ബന്ധം എന്ന് പറയുന്നത് നമ്മളെ ഉറപ്പിച്ച് നിർത്തുന്നതാ. ഇന്ന് പൽക്കാലം അങ്ങനെയുള്ളവന്റെ ഹൃദയത്തിൽ നിന്നാണ് ഒരു ചോദ്യം വരുന്നത്, കർത്താവേ, വാട്ട് ഐ ഹാവ് ടു ഡു, ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ അടുത്ത വാക്യം നമ്മൾ 12-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ബാക്കിയോട് വായിച്ചോ. എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു. പ്രാർത്ഥനയ്ക്കകത്ത് ഒരു വലിയ റെവലേഷൻ ഉണ്ട്. പ്രാർത്ഥനയ്ക്കകത്ത് ഒരു വെളിപ്പാടുണ്ട്. താൻ പറയുക, പ്രശ്നങ്ങളെ നോക്കി, പ്രതിസന്ധികളെ നോക്കി, അയ്യോ ഇവരെല്ലാം വരിക, നീ ചെയ്യത്തില്ലേ? പക്ഷെ ഞങ്ങളുടെ കണ്ണുകൾ പ്രശ്നത്തെ നിന്ന് മാറ്റി ഇപ്പൊ ദൈവത്തെങ്കിലേക്ക് നോക്കിയെന്ന്. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? തന്റെ കണ്ണുകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് നോക്കുന്നു. പ്രശ്നത്തിൽ നിന്ന് കണ്ണെടുത്തു കഴിഞ്ഞ് കർത്താവിലേക്ക് നോക്കിയതിന്റെ വിഷയം പരിഹാരമാണ്. പത്രോസ് വായിക്കുന്ന വേള ഇങ്ങനെ വെള്ളത്തിൽ പോയപ്പം കൊടുങ്കാറ്റും തിരമാലകളും ആഞ്ഞടിക്കുക. നമ്മൾ വായിക്കുന്നത് പടകിൽ വെള്ളം കയറുന്ന സമയത്താണ് യേശു കർത്താവ് കടന്നു വരുന്നത്. യേശു കർത്താവ് ശാസിച്ചില്ല. യേശു കർത്താവ് ഭയപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ പത്രോസിന് മനസ്സിലായി, എടാ ഒരു പ്രശ്നവും ഇല്ല, യേശു കർത്താവിന്റെ ശബ്ദമാണല്ലോ. എന്നാ പിന്നെ കർത്താവേ, നീ ആണെങ്കിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുക, ഞാൻ അങ്ങോട്ടൊന്ന് വന്നോട്ടെ. ഈ വലിയ തിരമാലകള് പടകിൽ അടിച്ചു കയറുന്ന സമയത്ത്, കൊടുങ്കാറ്റടിക്കുന്ന സമയത്ത് പത്രോസ് യേശു കർത്താവിന്റെ വാക്ക് കേട്ട് ഈ വലിയ തിരമാലകളുടെ മേളിക്കൂടെ നടന്ന് കർത്താവിന്റെ അടുത്തേക്ക് പോവുക. വചനം പറയുന്നു, അവന്റെ ശ്രദ്ധ മാറിപ്പോയി, അവൻ വെള്ളത്തിൽ മുങ്ങിപ്പോകാൻ തുടങ്ങി. ഞാൻ പറയാം, നിന്റെ വിഷയം എത്ര വലിയ കഠിനമാണെങ്കിലും, ഒന്നാമത്തെ റെവലേഷൻ, ലുക്ക് അൺടു ദ ലോർഡ്. കർത്താവിലേക്ക് നീ തിരിഞ്ഞു നോക്കിയാൽ നിന്റെ വിഷയത്തിന് പരിഹാരമുണ്ട്. ഇന്ന് വാൽക്കാലം നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകുന്നത് നിന്റെ കണ്ണ് നിന്റെ പ്രതിസന്ധിയിൽ നിന്ന് മാറ്റിയിട്ട് ദൈവത്തിങ്കിലേക്ക് നോക്ക്. കർത്താവിനോട് നിന്റെ കംപ്ലൈന്റ് പറ. ആ കഴിഞ്ഞ നാളുകളെ നന്മയോർത്ത് അവനെ സ്തുതിക്ക്. അവൻ ആരാണെന്നറിഞ്ഞവനെ പ്രൈസ് ചെയ്യ്. ഞാൻ പറയാം, ദൈവത്തിന് പരിഹാരമുണ്ട്. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ പ്രതിസന്ധി വരുമ്പോൾ ഒന്നാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, പിശാച് കൊണ്ട് ഒരു സ്പിരിച്വൽ വാറുണ്ട്. എപ്പോഴും നമ്മുടെ ചിന്ത ആ പ്രശ്നത്തെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പിശാച് തുടങ്ങും. അവിടെ പ്രശ്നം, ഇത് മാറുന്ന പ്രശ്നമല്ല, ഇത് എല്ലാവർക്കും ഇല്ലാത്ത പ്രശ്നമാണ്, അയ്യോ ഇത് എന്റെ പ്രശ്നമാണ്, ഇങ്ങനെ നമ്മളെല്ലാം പറയത്തില്ലേ? ഇന്ന് വൽക്കാലം പറയാം, എപ്പം നിന്റെ ചിന്താഗതികൾ മാറി പ്രശ്നത്തിൽ നിന്ന് കണ്ണെടുത്ത് യേശുവിങ്കിലേക്ക് നോക്കുമോ, ഞാൻ പറയാം, അവിടെ വിടുതൽ നിനക്കുണ്ടാവും. ഹല്ലേലൂയ. ഞാൻ പറയാം, പ്രശ്നത്തെ മാറ്റിപ്പോയെങ്കിൽ മാത്രമേ നമുക്ക് വിടുതൽ ഉണ്ടാകത്തുള്ളൂ. ഞാൻ പറയാം, പ്രാർത്ഥന യഥാർത്ഥമായിട്ട് നീ ദൈവസന്നിധിയിൽ കരയേറ്റുകയാണെങ്കിൽ, ഒന്നുകൂടെ ഞാനൊരു ദൂതായിട്ട് പറയാം, ദൈവത്തെ അറിഞ്ഞ് ഹല്ലേലൂയ ദൈവത്തിന് നന്ദി കൊടുത്ത് നിന്റെ പ്രതിസന്ധികൾ ദൈവസന്നിധി പറയുന്ന ആള് യഥാർത്ഥ ആരാധനക്കാരനാണെങ്കിൽ അവന്റെ ഹല്ലേലൂയ ചില ചേഞ്ചസ് അവന്റെ ജീവിതത്തിൽ വരും. അവന്റെ നോട്ടം മാറും, അവന്റെ ചിന്തകൾ മാറും, അവന്റെ നോട്ടം കർത്താവിങ്കിലേക്കാവും. പ്രതിസന്ധി അവിടെ ഇരിക്കുമ്പോഴും ഞാൻ പറയാം, പ്രാർത്ഥന നിന്നെ ചേഞ്ച് ചെയ്യുന്നതാണ്. പ്രാർത്ഥന എന്താണ്? നമ്മളെ ചേഞ്ച് ചെയ്യുന്നത്. പ്രശ്നത്തെ നോക്കി പ്രശ്നം ഇവർ കംപ്ലൈന്റ് പറഞ്ഞു നിർത്തി. കംപ്ലൈന്റ് പറഞ്ഞു, എന്താ പറഞ്ഞു? കർത്താവ് ഇങ്ങനെയൊക്കെയാ പ്രശ്നം ഇരിക്കുന്നത്. പക്ഷേ പറഞ്ഞു, ഇപ്പൊ പറയാ, കർത്താവേ ഞങ്ങളുടെ കണ്ണ് നിങ്ങളിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. ഹല്ലേലൂയ. ഞാൻ പറയാം, ഈ ഒരു സ്പിരിച്വൽ വാർഫെയർ, ദൈവമക്കൾക്കുള്ള ഒരു വാർ പിശാച് കൊണ്ടുവരുന്ന ഏറ്റവും വലിയ വീണ്ടും വീണ്ടും ആ വിഷയം ഓർപ്പിക്കും. അതെങ്ങനായിത്തീരും. ഞാൻ പറയാം, അതിനകത്ത് ദൈവത്തിന് വഴിയുണ്ട്. ഈ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാവുന്ന വേദഭാഗമാണ്, ഒന്നിനെ കുറിച്ചും എന്ത് ചെയ്യില്ല, വിചാരപ്പെടരുത്. പിന്നെ ഈ പിശാച് കൊണ്ടുവരുന്ന വിചാരപ്പെടരുതെന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും എന്ത് ചെയ്യും? വിചാരം കൊണ്ടുവരും. നമ്മുടെ നോട്ടം കർത്താവിങ്കിലേക്കായാൽ, താഴോട്ട് വായിക്കുക, പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി അറിയിച്ച് ചെയ്താൽ എന്തോ ചെയ്യും? സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ പറ. സകല ബുദ്ധി എന്ന് പറയുമ്പോൾ എന്റെ ബുദ്ധി ഉണ്ടെന്ന് പറയുന്നത് പറ. സകല ബുദ്ധി എന്ന് പറയുമ്പോൾ എന്തുണ്ട്? എന്റെ ബുദ്ധിയുണ്ട്. ഹല്ലേലൂയ. അന്നേരം എന്റെ അച്ഛ പ്രശ്നം എത്ര വലിയ രാജ്യക്കാരാ വന്നേക്കുന്നത്, 3 പേര് ഒന്നിച്ച് തകർത്ത് കളാൻ വേണ്ടി വരിക. ദൈവത്തിന് നിന്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിച്ചാൽ സകല ബുദ്ധിയെയും കവിയുന്ന. ഹല്ലേലൂയ എന്ന് ഞാൻ പറയാം. ഇന്ന് പലക്കാലം അതിന്റെ അർത്ഥം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, പ്രശ്നം അവിടെ നിൽക്കുമ്പോൾ നീ അറിയാത്തൊരു പീസ്. ഇങ്ങനെ പറയുന്നത്, എങ്ങനെ എഴുതിയിരിക്കുന്നത്? വാക്യം ഇങ്ങനെ വായിക്കുന്നത്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ ദിവ്യ സമാധാനം, ഡിവൈൻ പീസ്, സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും
ക്രിസ്തുയേശുവിൽ കാക്കും. ഞാൻ പറഞ്ഞത് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്? ഇന്ന് പലക്കാലം പറയാം, മനസ്സ് ചിലപ്പോൾ പറയും, അയ്യോ ഞാൻ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ടാണ് ഞാൻ ഈ ഇരിക്കുന്നത്, ഇത്രയും പ്രശ്നമുള്ളവനാണ് ഈ ചിരിക്കുന്നത്, ഈ ഇത്രയും പ്രശ്നമുള്ള നീയാണോ ഇങ്ങനെ സമാധാനത്തോടെ പോകുന്നത്? അതാ ഞാനാ പോകുന്നത്. കാര്യം എന്റെ മനസ്സിന് പോലും അറിയത്തില്ല. ചിലപ്പോൾ നമ്മുടെ മനസ്സ് ചോദിക്കും, നീ എന്തിനാണ്, നിനക്ക് പ്രശ്നമൊന്നുമില്ലേ? എനിക്കൊരു പ്രശ്നവുമില്ല, സകല ബുദ്ധിയെയും കവിയുന്ന ഒരു സമാധാനം. ഞാൻ എപ്പോഴും പറയുന്നത് സൂപ്പർ നാച്ചുറൽ ഡിവൈൻ പീസ്. ഹല്ലേലൂയ. അതെന്ന് പറയുന്നത് പ്രശ്നം അവിടെ ഇരിക്കുമ്പോൾ, പ്രതിസന്ധി അവിടെ ഇരിക്കുമ്പോൾ നീ അറിയാതെ അതിന് മേലുള്ള ഒരു സമാധാനമുണ്ട്. ഇന്ന് പൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ പറയാം, നിന്റെ വിഷയത്തിന് പരിഹാരം അസംബ്ലിയിൽ മാത്രമേ ഉള്ളൂ, കൂട്ടായ്മയിൽ മാത്രമേ ഉള്ളൂ. നിന്റെ സ്വഭാവത്തിന് ചേഞ്ച് വരുന്നത്, നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം വരുന്നത് ദൈവസന്നിധിയിൽ മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ഇവിടെ നമ്മളിപ്പം ഇവരുടെ ചരിത്രത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒന്നാമത് നമ്മൾ കണ്ടത് ഇവര് ഒന്നിച്ചുകൂടി എന്ത് ചെയ്തു? താൻ എല്ലാവരെയും എന്ത് ചെയ്തു? ഒന്നിച്ച് വിളിച്ചു കൂട്ടി. രണ്ടാമത് നമ്മളിപ്പോൾ വായിച്ചത് താൻ ആദ്യം ഫസ്റ്റ് റിസോർട്ടായിട്ട് എടുത്തത് പ്രാർത്ഥന. രണ്ടാമതായിരുന്നു പ്രാർത്ഥന. മൂന്നാമത്തെ കാര്യം നമ്മൾ വായിക്കുന്ന അതിന്റെ താഴോട്ടുള്ള വാക്യങ്ങൾ വെച്ച് 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു. അപ്പോൾ സഭാമധ്യേ വെച്ച് യഹോവയുടെ ആത്മാവ് ആസാഫിന്റെ പുത്രന്മാരിൽ മഥന്യാവിന്റെ മകനായ യെഹീയേലിന്റെ മകനായ ബെനായാവിന്റെ മകനായ സെക്കറിയാവിന്റെ മകൻ. കുറെ ലിസ്റ്റ് പറയുക. ഞാൻ പറയട്ടെ, ഇങ്ങനെ കൂടി പ്രാർത്ഥിക്കുമ്പോ എന്താ പറഞ്ഞത്? അച്ഛൻ വായിച്ചു. അവിടെ ആരാന്ന് നോക്കിയോ ആ വ്യക്തി? വായിച്ചു അച്ഛൻ. മഥന്യാവിന്റെ മകനായ യെഹീയേലിന്റെ മകനായ ബെനായാവിന്റെ മകനായ സെക്കറിയാവിന്റെ മകൻ യഹസിയേൽ എന്ന ഒരു ലേവ്യന്റെ മേൽ വന്നു. ഞാൻ പറയാം, ആത്മാവ് ചിലരുടെ മേൽ വരും. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? നിന്റെ പ്രതിസന്ധിയുമായിട്ട് നീ സഭയിൽ വന്ന് ദൈവത്തിന് മുമ്പിൽ നിന്റെ വിഷയങ്ങൾ അവതരിപ്പിച്ചു കഴിയുമ്പോൾ നിന്റെ നോട്ടം നിന്റെ പ്രശ്നത്തിൽ നിന്ന് മാറി ഹല്ലേലൂയ ദൈവത്തിങ്കിലേക്കാകുമ്പോൾ ഒരു കാര്യം പറയുക, അപ്പോൾ സഭയിൽ ഒരുവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. അല്ല, നിന്റെ പ്രശ്നത്തിനുള്ള ചില വാക്കുകള്, ചില ദൂതുകള്, ചില വചനങ്ങള് ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് തരുന്നത് സഭയെ വെച്ച. കരം കൊടുത്ത് പറ, വിഷയത്തിനുള്ള പരിഹാരത്തിനുള്ള ചില വിഷയങ്ങൾ തരുന്നത് എവിടെ വെച്ചാണെന്നറിയാമോ? അല്ല, നീ പ്രശ്നവുമായിട്ട് കടന്നു വരുമ്പോൾ ഞാൻ പറയാം, ഇവിടെ കാണുകയാണ് ഒരുവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. ഇത് വൽക്കാൽ നീ സഭയെ കടന്നു വരുമ്പോൾ ചില ആശ്വസിപ്പിക്കുന്ന പാട്ടുകള്, ചില ആശ്വസിപ്പിക്കുന്ന പ്രാർത്ഥനകള്, ചില വചന ശകലങ്ങള്, ചില പ്രോഫറ്റിക്കലായിട്ടുള്ള വാക്കുകള് ഇതുപോലെ കാലം പറയാം, അത് നിന്നെ ഉറപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. തന്റെ കണ്ണ് ക്രിസ്തുവിങ്കിലേക്കായപ്പോൾ, ദൈവത്തിങ്കിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരുവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. പ്രശ്നത്തിന്റെ പരിഹാരം ഒന്നുകൂടെ കാര്യം, പ്രശ്നത്തിന്റെ പരിഹാരം ചർച്ചിലേ ഉള്ളെന്ന് പറഞ്ഞേരെ. പ്രശ്നത്തിന്റെ പരിഹാരങ്ങളെല്ലാം സഭയിലേ ഉള്ളൂ, ഫെലോഷിപ്പിലേ ഉള്ളൂ, കൂട്ടായ്മയിലേ ഉള്ളൂ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ അല്ല, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ദൈവീയ ഇടപെടലുകൾ നടക്കണമെങ്കിൽ. അതായിട്ട് വായിച്ചു വെച്ചാ അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹൂദ്യരൊക്കെയും യെരൂശലേം നിവാസികളും യഹോശാഫാത്ത് രാജാവുമായുള്ളവരെ കേട്ടുകൊള്ളുവീൻ. യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. ആമേൻ. 17 വാക്യം കൂടെ. ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല, ഈ യുദ്ധത്തിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. യഹൂദായും യെരൂശലേമുമായുള്ളവരെ നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്. നാളെ അവരുടെ നേരെ ചെല്ലുവിൻ, യഹോവ നിങ്ങളോട് കൂടെയുണ്ട്. ആമേൻ. ഈ വചനം കേട്ട് എത്ര സന്തോഷമുണ്ട്. പ്രതിസന്ധിയിൽ ഇരിക്കുന്നവൻ സഭയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ചില ദൂതുകൾ കൈമാറും. വചനത്തിലൂടെ, പാട്ടിലൂടെ, ആരാധനയിലൂടെ നിന്റെ ഹൃദയത്തിലേക്ക് ദൂതുകൾ തരും. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിക്കുക, നമ്മുടെ കർത്താവ് വാഗ്ദത്തം നൽകുന്ന കർത്താവാണ്. അല്ലെ, സഭാ കൂടി വരോ വെറുതെ അല്ല. ഇന്ന് വാഗ്ദത്തങ്ങൾ നിനക്ക് തരുന്നൊരു ദൈവമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിന്നെ ശക്തിപ്പെടുത്തുന്ന, അല്ലെ നിന്റെ വിഷയത്തിന് പരിഹാരം നൽകുന്ന ചില ദൂതുകൾ ദൈവത്തിന്റെ ആത്മാവ് തരും. എങ്ങനെ നീ ഈ വിഷയത്തെ പരിഹാരവും ഇവന്റെ മനസ്സിലെങ്ങനെ ആയിരുന്നു? അയ്യോ, സൈന്യം പോരാ, സാഹചര്യങ്ങൾ പോരാ, വിഷയം പോരാ. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് എന്താ പറഞ്ഞെന്നറിയാമോ? ഒന്നുമില്ല. ആ ദൂതനെ അയച്ചിട്ട് അവന്റെ ആത്മാവിന്റെ ദൂത് അവന്റെ മേൽ വന്നിട്ട് അവൻ പറഞ്ഞു, യുദ്ധം യഹോവയ്ക്കുള്ളതാ. നിന്റെ വിഷയത്തിന്റെ പരിഹാരം ദൈവത്തിന്റെ കാര്യത്തിലാ ഉള്ളത്. ഹല്ലേലൂയ. ഈ 3 രാജ്യത്തെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ പറ്റത്തില്ല. നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികൾ ഉണ്ടല്ലോ, നിനക്ക് നിന്റെ ശക്തിയോട് തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഒരു കാര്യം ഞാൻ ദൂതായിട്ട് പറയാം, ഇവിടെ വാഗ്ദത്തം ഈ നമ്മൾ വായിക്കുന്നത്, ഈ വാഗ്ദത്തം ദൈവത്തിന്റെ ആത്മാവ് ആദ്യം കൊടുക്കുകയാണ്.
എന്താ കൊടുത്തത്? വാഗ്ദത്തം ദൈവത്തിന്റെ ആത്മാവ് കൊടുക്കുക. ഒന്ന് പറ, വാഗ്ദത്തത്തിന് ശേഷം അത്ഭുതം എന്ന് പറഞ്ഞുതരാം. എവിടെ? വാഗ്ദത്തത്തിന് ശേഷം. ചില ദൂതിന് ശേഷമാ ദൈവത്തിന്റെ അത്ഭുതം നടക്കുന്നത്. ചില ദൈവത്തിന്റെ ആശ്വസിപ്പിക്കുന്ന വചനത്തിന് ശേഷം അതിന് മറുപടി ഉള്ളത്. ഹല്ലേലൂയ. അത് വരണമെങ്കിൽ എവിടെ വരണമെന്ന് അറിയാവോ? സഭയെ വരണം. ഒന്നുകൂടെ കാര്യം കൊടുത്തോ, സഭയെ വന്നേ പറ്റുള്ളൂ. ഹല്ലേലൂയ. ഞാൻ പറയാം, നീ നിന്നെ തന്നെ മുറിച്ച് ഐസൊലേറ്റ് ചെയ്താൽ, ഒരു ദൂതായിട്ട് ഞാൻ വിളിച്ചു പറയാ, നീ അവിടെ നശിച്ചു പോകും. പക്ഷെ ഒരു കാര്യം പറയാം, സഭയ്ക്ക് കേട് പറ്റത്തില്ല. മുറിഞ്ഞിടത്ത് അവിടെ കരിഞ്ഞോളും കേട്ടോ. വേർപെട്ടു പോയാൽ നീ നശിച്ചു പോകും. ഞാൻ ദൂതാട്ടിയോട് പറയാ, വേർപെട്ടു പോയാൽ നീ നശിച്ചു പോകും. ഐസൊലേഷൻ പിശാചിന്റെ വലിയ ഒരു ഉപകരണം, നിന്നെ തകർത്ത് കളയാൻ വേണ്ടി. ഇതുപോലെ കാര്യം പറയാം, ഇവിടെ നമ്മൾ വായിക്കുക, ദൈവം ഒരു ദൂത് കൊടുത്തു. പക്ഷെ അതിനകത്ത് ഒരു പെട്ടെന്ന് ഒരു വാക്യം വായിച്ചു. അതിന്റെ 18, 19 വാക്യം വായിച്ചു. ഇത് കേട്ടോടനെ സാഷ്ടാംഗം വണങ്ങി യഹൂദരൊക്കെയും നിവാസികളും യഹോവയുടെ മുമ്പാകെ വീട് നമസ്കരിച്ചു. കെഹാത്യരും കോരഹ്യരുമായ ലേവ്യർ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അത്യുച്ചത്തിൽ സ്തുതിപ്പാൻ എഴുന്നേറ്റു. ഞാൻ പറയാം, വാഗ്ദത്തം കിട്ടുന്നവൻ കർത്താവിനെ ആരാധിക്കും. ഹല്ലേലൂയ. വിടുതൽ വരുന്നതിന് മുമ്പ് ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാമോ? ഈ ദൂത് കേട്ടപ്പോ തന്നെ എല്ലാരും ചാടി എഴുന്നേറ്റു. അവരെ അത്യുച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ. ഇതുപോലെ ഞാൻ ദൂത് പറയട്ടെ. ഹല്ലേലൂയ. നിന്റെ വിഷയം അവിടെ ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം കേട്ടാൽ അതിനെ പിടിച്ചു വലിക്കാത്ത പേരുണ്ട്. സച്ചിൻ ചിലപ്പോ ദൂതൊക്കെ പിടിച്ചു വലിക്കുന്നത് പോലെ. ഞാൻ പറയാം, ദൂത് എന്നോടാ, ഇതെന്നോടുള്ള ദൂതാന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെയൊക്കെ ഞാൻ പറയാം, അവൻ ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേക്ക് കേട്ടോ. അല്ലെ, അവിടെയുള്ള ഈ സ്പിരിച്വൽ ആയിട്ടുള്ള എന്റെ കൂട്ടുകാർക്ക് മനസ്സിലായി ഇത് ദൈവത്തിന്റെ ദൂതാണ്. അവരെല്ലാവരും ചാടി എഴുന്നേറ്റു. അവർ അത്യുച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചു. എന്താ വായിച്ചു? അവരെന്ത് ചെയ്തു? അത്യുച്ചത്തിൽ. ഇംഗ്ലീഷ് എങ്ങനെ വായിക്കുന്നത്? അത്യുച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചു. വായിച്ച 18 വാക്യം പിന്നെ വായിച്ചു നോക്കിയാൽ മതി. അവർ 2-3 കാര്യം പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? ഒന്ന് 18 വാക്യത്തിലേക്ക് പറയുന്നത്, സാഷ്ടാംഗം വണങ്ങി വീണു നമസ്കരിച്ചു, അത്യുച്ചത്തിൽ ദൈവത്തെ സ്തുതിപ്പാൻ എഴുന്നേറ്റു. അത്യുച്ചത്തിൽ ദൈവത്തെ, ഞാൻ പറയാം, വാഗ്ദത്തം ലഭിച്ചവൻ ആരാധിക്കും. ഹല്ലേലൂയ. ദൈവാത്മാവിന്റെ ശബ്ദം കേട്ടവൻ ദൈവത്തെ സ്തുതിക്കും. അവനൊന്നറിയാം, ഹല്ലേലൂയ, മിറക്കിൾസ് സംഭവിക്കുന്നത് ആരാധനയ്ക്ക് ശേഷമാണ്. ആരാധനയ്ക്ക് ശേഷം അത്ഭുതം നടക്കുന്നത്. അല്ല, ഞാൻ പറയാം, ഈ വാഗ്ദത്തം കേട്ടപ്പോൾ ഇവർ ഇത്രയും സന്തോഷിക്കാൻ കാര്യം എന്താ? അതൊരു ചോദ്യമല്ലേ? ഞാൻ നിങ്ങൾ വലിയൊരു ബുദ്ധിമുട്ടിലിരിക്കുകയെന്ന് വിചാരിച്ചു. വലിയൊരു ബുദ്ധിമുട്ടിലിരിക്കുക. ഒരു 50,000 ദിർഹംസിന്റെ ആവശ്യമുണ്ട്. ആവശ്യമുണ്ടെന്നപ്പോൾ നിങ്ങൾ ഇരിക്കുമ്പം ഒരാള് നിങ്ങളുടെ കമ്പനിയുടെ എന്താ നിങ്ങളുടെ വിഷയം ഉണ്ട്. ഓക്കെ, ഞാനൊരു കഴിഞ്ഞ ഒരാഴ്ചത്തെ ഒരു ചെക്ക്, വെറും ഒരു പേപ്പറേ ഉള്ളൂ, 50,000 ദിർഹംസിന്റെ ഒരു പേപ്പർ ചെക്ക് എഴുതി നിങ്ങളുടെ കൈ തരിക. വിഷയത്തിന് പരിഹാരമായില്ല. വിഷയത്തിന് എന്തായില്ല? കയ്യിൽ എന്തേ ഉള്ളൂ? ചെക്കേ ഉള്ളൂ. അതിന് 4-5 ദിവസം കഴിഞ്ഞിട്ടേ എൻകാഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കും. ഞാൻ പറഞ്ഞ ദൂതർക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് ചെക്ക് തന്നത് ആരാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, വണ്ടി ചെക്കല്ല, അത് 4 ദിവസം കഴിയുമ്പോൾ പരിഹാരമുണ്ട്. അതൊരു വഴിയൊരുക്കിയ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ഇതുപോലെ ചില വിഷയങ്ങളുടെ മധ്യത്തിൽ നീ ആയിരിക്കുന്നെങ്കിൽ ഞാനൊരു ദൂതായിട്ട് വിളിച്ചു പറയട്ടെ, നിന്റെ വിഷയത്തിന് പരിഹാരം ഇന്ന് പൽക്കാലം വചനത്തിലുണ്ട്, സഭയിലുണ്ട്. ഇന്ന് നീ കേൾക്കുന്നെങ്കിലുണ്ടല്ലോ, ഒരു ചെക്ക് പിടിച്ചെടുത്ത പോലെ. ഇത് എത്ര പേർക്ക് ചെക്കായിട്ട് ഏറ്റെടുക്കാൻ പറ്റും വചനത്തെ? ഇതെന്നോടുള്ള ദൂതാ. ഇന്ന് പൽക്കാലം ഞാൻ അവനെ അത്യുച്ചത്തിൽ ഘോഷിക്കും എന്ന് പറഞ്ഞ ദൈവസന്നിധി എത്ര പേർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ തയ്യാറുണ്ട്? അവിടെ നമ്മൾ വായിക്കുന്നത്, അവിടെ പെട്ടെന്ന് വായിച്ചു പോകട്ടെ. ഇന്ന് പൽക്കാലം പറയാം, അവിടെ പ്രശ്നങ്ങൾ മാറിയില്ല. പക്ഷെ ഒരു വാഗ്ദത്തം കേട്ടപ്പോൾ അവരുടെ ആരാധന വെളിപ്പെട്ടു. ഞാൻ പ്രതിസന്ധികളുടെ അപ്പുറത്ത്, അച്ഛാ, അയ്യോ യഹോശാഫാത്തെ, നീ എന്താ കിടന്ന് അത്യുച്ചത്തിൽ സ്തുതിക്കുന്നത്? ശത്രുതയുടെ അവിടെ കിടപ്പുണ്ട്. അല്ല, എനിക്ക് ചെക്ക് കിട്ടിയ അച്ഛാ, എനിക്ക് ചെക്ക് കിട്ടിയ അച്ഛാ, എനിക്കൊരു വഴി കിട്ടിയ അച്ഛാ, ദൈവത്തിന്റെ വചനം വെളിപ്പെട്ടു എന്ന് വെക്കാൻ. അങ്ങനെ പറയുന്നവന് ദൈവത്തെ ആരാധിക്കും. ഇന്ന് പൽക്കാലം എത്ര വിശ്വസിക്കുന്നുണ്ട്? ഇവിടെ നമ്മൾ പറയാ, എന്നിട്ട് അതുകൊണ്ട് തീർന്നില്ല. ഞാൻ എന്റെ വാക്കുകളെ സമയത്തിന് മുമ്പോട്ട് വന്നാൽ വേണ്ട. ഞാൻ പറയാം, ദൈവത്തിന്റെ അവിടെ പറയുന്ന വേറൊരു കാര്യമുണ്ട്. അതിനുശേഷം അതിന്റെ അടുത്ത വാക്യത്തിൽ വായിക്കുന്ന, ഈ വാഗ്ദത്തം കിട്ടിയിട്ട് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. വാഗ്ദത്തം ദൂത് കിട്ടിയിട്ട് വീട്ടിൽ കിടന്ന് പുതച്ചു മൂടി കിടന്ന് ഉറങ്ങിയിട്ട് കാര്യമില്ല. നീ സ്റ്റേജേ വന്നിരിക്കുമോ ദൂതുണ്ടെച്ചാ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല. ഹല്ലേലൂയ. ഇങ്ങനെ എബ്രായ ലേഖനം 6-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്.
ഇങ്ങനെ ബാക്കി കൂടെ ഒന്ന് വായിച്ചു വെച്ചോ. എബ്രാഹിം 6:12 നമുക്കറിയാവുന്നതാ. നമ്മൾ മന്ദതയുള്ളവരാകാതെ, ആ വാക്യം അങ്ങനെ തുടങ്ങുന്നത്, മന്ദതയുള്ളവരെ. ഹീബ്രൂസ് ചാപ്റ്റർ 6:12 അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അത് വാഗ്ദത്തം കിട്ടിയത് കൊണ്ട് കാര്യമില്ല. മന്ദതയുള്ളവരാകാതെ ദീർഘക്ഷമയോടെ കാത്തിരുന്ന് പ്രാപിച്ചെടുക്കണം. ചെക്ക് കിട്ടിയാൽ 5 ദിവസം ചിലപ്പോൾ PDC ചെക്കായിരുന്നു വെച്ചാ 5 ദിവസം നീ ആരാധനയോടെ വെയിറ്റ് ചെയ്യ്. വാക്ക് പറഞ്ഞവൻ വാക്ക് മാറത്തില്ല. അവൻ നിന്നെ കൈവിടുന്നവനല്ല, നിന്നെ ഉപേക്ഷിക്കുന്നവനല്ല. ഇന്ന് പലക്കാലം കേൾക്കുന്ന വചനം ഏറ്റെടുക്കാൻ എത്ര പേർ തയ്യാറുണ്ട്? എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഉൽപ്പത്തി പുസ്തകം 17:5 അബ്രഹാമിന്റെ പേര് പറഞ്ഞു. അബ്രാമേ എന്ന് വിളിച്ചിട്ട് പറയാ, നിന്റെ പേര് അബ്രാം എന്നല്ല, ഇനി അബ്രഹാം എന്ന്. ബഹുജാതികൾക്ക് ഞാൻ നിന്നെ പിതാവാക്കി വെച്ചു. അബ്രഹാമേ, നീ ബഹുജാതികൾക്ക് പിതാവാണോ ചോദിച്ചാ പറയും അല്ലച്ചാ, പക്ഷെ ചെക്കന്റെ കൈ കിട്ടിയിട്ടുണ്ട്, വാഗ്ദത്തവന്റെ കൈ കിട്ടിയിട്ടുണ്ട്. റോമാലേഖനം 4-ാം അധ്യായം വായിക്കുമ്പോഴെങ്ങനാ പറയുന്നത്? അല്ല, ബഹുജാതികൾക്ക് പിതാവാക്കി വെക്കുമെന്നുള്ള വാഗ്ദത്തം കേട്ടവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഹല്ലേലൂയ. നിങ്ങൾ സമയത്ത് വാക്യം എടുക്കുന്നില്ല. റോമാലേഖനം 4:17-18 വായിച്ചാല് ഒന്നുകൂടെ ഞാൻ പറയാം, നാച്ചുറൽ ലോകത്തിന് മനസ്സിലാകാത്ത ദൈവമൊക്കെ മനസ്സിലാവും. ഹല്ലേലൂയ. ചെക്കിന്റെ പേപ്പർ കണ്ടിട്ട് ഇത് പേപ്പറാണെന്ന് ലോകമനുഷ്യൻ പറഞ്ഞാൽ അത് തന്നവന്റെ വില അറിയാവുന്നവന് പറയും ഇതൊരു പേപ്പർ അല്ല, ഇത് വാഗ്ദത്തത്തിന്റെ ദൂതാണ്. ഹല്ലേലൂയ. ആരാധനയോടെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നവന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഞാൻ പറയാം, ഇന്ന് യോശുവയോട് കർത്താവ് ദൈവം ഇങ്ങനെ പറയുന്നുണ്ട്. യോശുവയോട് പറയുക, നീ കാല് കുത്താൻ പോകുന്ന ദേശമെല്ലാം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. അവൻ എവിടെ നിൽക്കുക? അറ്റത്ത് നിൽക്കുന്നതേ ഉള്ളൂ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം വായിക്കുക. ഇത് മുഴുവൻ നിനക്ക് അവകാശം തന്നിരിക്കുന്നു. നീ ഭയപ്പെടണ്ട, നീ ഭ്രമിക്കണ്ട, നീ ഉറപ്പുള്ളവനായിട്ട് നിന്നാ മതി. ഇത് നിനക്ക് തന്നിരിക്കുന്നു. വാഗ്ദത്തം പ്രാപിച്ച വീട്ടിൽ കയറിയിരുന്നില്ല. അവൻ അവസാനം പറയുക, എന്റെ കണ്ണൊന്നും മങ്ങിയിട്ടില്ല, ഇനിയും അനേകം കീഴടക്കാനുണ്ട്. 12-ാം അധ്യായം വരുമ്പോൾ യോശുവയുടെ പുസ്തകത്തിൽ ഇനിയും ഞാൻ അതിനെ പിടിച്ചടക്കാൻ പോവാ. വാഗ്ദത്തങ്ങളോട് കരം കൊടുത്ത് പറഞ്ഞു, വാഗ്ദത്തങ്ങളെ പ്രാപിക്കുന്നവരുടെ അവകാശിയാകണമെന്ന് പറ. വാഗ്ദത്തങ്ങളെ പ്രാപിക്കുന്നവരുടെ അവകാശികളാവെന്ന് പറ. ഹല്ലേലൂയ. വെറുതെ പ്രാപിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞതുപോലെ ദൈവം പ്രോമിസ് നൽകും. ഏറ്റെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാ. അതുപോലെ ഇങ്ങനെ വായിക്കുന്നു. അതിന്റെ അടുത്ത വാക്യം 20-ാം വാക്യം ഞാൻ പെട്ടെന്ന് വാക്യം വായിച്ചു. 20-ാം വാക്യം. അവർ അധികാരത്തെ എഴുന്നേറ്റ് തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവർ പുറപ്പെട്ടപ്പോൾ യഹോശാഫാത്ത് നിന്നുകൊണ്ട്, യഹൂദ്യരും യെരൂശലേം നിവാസികളുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പീൻ, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ. അടുത്ത വാക്യം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. അവന്റെ പ്രവാചകന്മാരെയും വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും. ഇന്ന് ദൂത് പറയട്ടെ, വാഗ്ദത്തം ലഭിച്ചവരോട് പറയുക, വിശ്വാസത്താൽ അത് പ്രാവർത്തികമാക്കേണ്ടത്. ഹല്ലേലൂയ. വാഗ്ദത്തമുണ്ട്, യുദ്ധം നിങ്ങൾക്കുള്ളതല്ല. നമ്മളെ വായിച്ച വാക്യം എങ്ങനെയാ വെച്ചത്? യുദ്ധം നിങ്ങൾക്കുള്ളതല്ല, പൊരുതുവാനും നിങ്ങൾ ആവശ്യമില്ല, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും വരുത്, ഉറച്ചു നിന്നാ മതി. ഹല്ലേലൂയ. വാഗ്ദത്തം അവിടെ കൊണ്ട് തീരുകയല്ല, വിശ്വാസത്താൽ ഉറച്ചു നിൽക്കുന്നവനെ വാഗ്ദത്തം പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ താഴോട്ട് വായിക്കും. അടുത്തൊരു വാക്കോടെ വായിച്ചിട്ട് അവസാനിപ്പിക്കാം. അതിന്റെ അവസാനം ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, അവര് അതിന്റെ 21 സമയത്ത് 21 വാക്കുകളിൽ വായിക്കുമ്പോൾ, മിറക്കിൾ ഈസ് ഗോഡ്സ് ജോബ്, ഹല്ലേലൂയ, മാർച്ചിങ് ഈസ് അവർ ജോബ്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്? നിങ്ങള് അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് മാർച്ച് ചെയ്ത് അവിടെ പോയി നിന്നാ മതി, ബാക്കി ആര് ചെയ്യും? ഞാൻ ചിലപ്പോൾ എന്റെ കർത്താവ് എന്തോ ഒരു പറച്ചില്ല, അവര് വരുന്ന വഴിക്ക് ഒരു ബോംബം കിട്ടാ തീർന്നില്ല. വരുന്ന വഴിക്ക് ദൈവത്തിന് അവരെ എന്ത് ചെയ്യായിരുന്നു? നശിപ്പിക്കാമായിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തിന്റെ പ്ലാൻ ഉണ്ട്. നിന്റെ ഒബീഡിയൻസ് ഇല്ലാതെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പ്രാപിക്കണമെങ്കിൽ നിന്റെ അനുസരണം ആവശ്യമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. യുദ്ധം യഹോവയ്ക്കുള്ളതാ, പക്ഷെ മാർച്ച് ചെയ്യേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാ. യുദ്ധം യഹോവയ്ക്കുള്ളതാ, മുമ്പോട്ട് പോകേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാ. ഞാൻ പറയാം, അനുസരണം ഉണ്ടെങ്കിൽ ദൈവത്തിന് മഹത്വം ഇന്ന് പലകാലം കാണും. ഹല്ലേലൂയ. ഞാൻ പറയാം, അനുസരണം ഇല്ലാതെ ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിക്കാൻ പറ്റത്തില്ല. നിന്നെ രൂപാന്തരപ്പെടുത്തുന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമാണ്.
നിന്റെ കുടുംബജീവിതം അനുഗ്രഹിക്കുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമാ. നിന്റെ മക്കൾ അനുഗ്രഹമാവെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമാ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം പ്രോസ്പർ ചെയ്യുന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമാ. പക്ഷെ അനുസരണമില്ലാതെ ഒന്നും പ്രാപിക്കാൻ പറ്റത്തില്ല. ഭാര്യയും ഭർത്താവും വന്ന പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പറയുക. പക്ഷേ ദൈവത്തിന്റെ വചനം പറഞ്ഞ അനുസരിക്കാൻ തയ്യാറുണ്ട്. ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം, അതില്ല. ഭാര്യ ഭർത്താവിന് കീഴടങ്ങി, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കത്തുമില്ല. ഇവിടെ ഒന്ന് പാസ്റ്ററോട് പ്രാർത്ഥിക്കാൻ പറയാ, വാഗ്ദത്തം പ്രാപിക്കത്തില്ലെന്ന്. കരം കൊടുത്ത് പറഞ്ഞോ, അനുസരണമില്ലാതെ വാഗ്ദത്തം പ്രാപിക്കത്തില്ല. ഹല്ലേലൂയ. നിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണമോ? കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് വചനം ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പന്മാരെ മക്കളെ കോപിപ്പിക്കരുത്. മക്കളെ ഊടുപാടെടുത്ത് തെറിയും പറഞ്ഞ അടിയും കൊണ്ടു. പിന്നെ എന്റെ മോൻ ശരിയാകുന്നില്ല. ഞാൻ പറയാം, വചനം അനുസരിക്കാൻ തയ്യാറുണ്ടോ? ബാക്കി ചെയ്യുന്നത് ദൈവമാണ്. അതവർ വിശ്വസിക്കുന്നുണ്ട്. നീ നിന്റെ അനുസരണത്തിന്റെ പിന്നാലെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്രവർക്ക് ഞാൻ പറയുന്നത് ദൂത് മനസ്സിലാകുന്നുണ്ട്? ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ ഒരു നിമിഷം. എല്ലാവരും സമയത്തിന് മുമ്പോട്ട് കടന്നുപോയി. നമുക്ക് എല്ലാവർക്കും ദൈവങ്ങളിൽ ഏൽപ്പിക്കാം. ഞാൻ പറയാം, അത്യുച്ചത്തിൽ കർത്താവിനെ ആരാധിക്കുന്നതിന് വേണ്ടി അവർ എഴുന്നേറ്റ് നിന്നു.